സ്ത്രീ പുരുഷ സങ്കലനം, സ്ത്രീകളും പുരുഷന്മാരും ഒന്നായി ഒരുമിച്ച് കൂടി ഇടകലർന്നുള്ള ഏത് പദ്ധതി കൊണ്ടുവന്നാലും അത് ഇവിടുത്തെ ദീൻ പൊളിക്കാനുള്ള പദ്ധതിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം, വളരെയധികം ചിന്തിക്കണം. അതിന് എല്ലാവരും അത്തരം പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കരുത് എന്നുകൂടി നിങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തി എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്തേ, ജനം ഡിബേറ്റിലേക്ക് സ്വാഗതം. സ്ത്രീകളും പുരുഷന്മാരും ഇടകലർന്നുകൊണ്ട്, സ്ത്രീകൾ അവരുടെ ശരീരം പോലും തുറന്നുകൊണ്ട് വ്യായാമത്തിൽ ഏർപ്പെടുകയും സ്ത്രീ പുരുഷന്മാർ തമ്മിൽ കാണലും നോക്കലും ഹറാമാണെന്ന ധാരണ പോലും ഇല്ലാതാക്കി. പഴയ കാലത്ത് നമ്മുടെ നാടുകളിലെല്ലാം സ്ത്രീകൾക്ക് പുരുഷന്മാരെ കാണുന്നതും പുരുഷന്മാരെ നോക്കുന്നതും ആവശ്യത്തിന്, നിർബന്ധത്തിന് മാത്രം. അത് ചില നിബന്ധനകളോടെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂവെന്ന് ഇസ്ലാമിൻ്റെ നിർദ്ദേശം പാലിച്ചു വരികയായിരുന്നു നമ്മുടെ നാട്ടിലെ എല്ലാ സ്ത്രീകളും. ഈ മറ അങ്ങോട്ട് എടുത്തു കളഞ്ഞ് സ്ത്രീകളും പുരുഷന്മാരും ഒന്നിച്ചു കൂടുന്നതിൽ യാതൊരു വിരോധവും ഇല്ലെന്ന് പഠിപ്പിച്ച് ഇപ്പോൾ വമ്പിച്ച നാശം ലോകത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പോകുന്നു കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ പ്രസംഗം. ശരിയത്ത് നിയമം നിലവിലുള്ള സൗദി അറേബ്യ പോലും 21-ാം നൂറ്റാണ്ടിലേക്ക് കുതിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് ഭരണമുള്ള കേരളം 6-ാം നൂറ്റാണ്ടിലേക്ക് മടങ്ങുകയാണോ? താലിബാനിസത്തിലേക്കുള്ള കേരളത്തിൻ്റെ ദൂരം കുറഞ്ഞു വരുന്നു. നമുക്ക് പരിശോധിക്കാം. ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ RV ബാബു, യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി CK ഷാക്കിർ, എക്സ് മുസ്ലിം ആക്ടിവിസ്റ്റ് ഡോക്ടർ ആരിഫ് ഹുസൈൻ, സാമൂഹ്യ പ്രവർത്തക ജാമിദ ടീച്ചർ, റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ ദേശീയ ഉപാധ്യക്ഷ നുസ്രത് ജഹാൻ എന്നിവ അതിഥികളാവുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. മതപ്രഭാഷകൻ അൻസാരി സുഹ്രി ഈ ചർച്ചയിൽ പങ്കെടുക്കാമെന്ന് സമ്മതിച്ചിരുന്നെങ്കിലും മകനെ ഡോക്ടറെ കാണിക്കാൻ യാത്രയിലായതുകൊണ്ട് അസൗകര്യമാണെന്ന് അറിയിച്ചിട്ടുണ്ട്. ഞാൻ ഈ സംവാദം ശ്രീ RV ബാബുവിൽ നിന്ന് ആരംഭിക്കുകയാണ്. ശ്രീ RV ബാബു, ഏതാനും മാസം മുമ്പ് മുഷാവറ യോഗം കൂടി കാന്തപുരം AP വിഭാഗം പൊതു ഇടങ്ങളിൽ പുരുഷന്മാരോടൊപ്പം മുസ്ലിം സ്ത്രീകൾ വ്യായാമം ചെയ്യുന്നതിലെ പ്രതിഷേധം പ്രകടിപ്പിച്ചിരുന്നു. ഇപ്പോഴിതാ ഒരു പൊതുവേദിയിലാണ് കാന്തപുരം മുസല്ലിയ സ്വരം കടുപ്പിച്ച് നിലപാട് ആവർത്തിച്ചിരിക്കുന്നത്. സ്ത്രീ പുരുഷ കൂടിച്ചേരൽ ഒഴിവാക്കണം എന്ന അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം നടപ്പുള്ള കാര്യമാണോ? അനിൽ നമ്പ്യാർ, അത് നടപ്പുണ്ടോ ഇല്ലേ എന്നുള്ളത് വേറൊരു വിഷയമാണ്. ഇപ്പോൾ കേരളത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ഭാരതത്തിൽ ഒക്കെ സ്ത്രീ പുരുഷ അനുപാതം ഏകദേശം സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ കൂടുതലാണ്. അവർ പല രംഗങ്ങളിലും പുരുഷന്മാരെക്കാൾ വലിയ തോതിൽ മുന്നോട്ട് വരികയും വലിയ തോതിൽ അവർ പുരോഗമനപരമായ രീതിയിൽ തന്നെ ലോകത്തിന് തന്നെ മാതൃകയാക്കുന്ന തരത്തിൽ ഭരണരംഗത്ത് പോലും തിളങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യം സ്ത്രീകളുടെ കാര്യങ്ങളിൽ ഉണ്ട്. അതുകൊണ്ട് അത് നടപ്പുള്ള കാര്യമാണോ എന്നുള്ളത് വേറൊരു വിഷയമാണ്. ഇവിടെ അടിസ്ഥാനപരമായ പ്രശ്നം ഇസ്ലാം സ്ത്രീ സമൂഹത്തെ എങ്ങനെ കാണുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. ഇസ്ലാമിൻ്റെ സമീപനം അല്ലെങ്കിൽ ഇസ്ലാം സ്ത്രീകളോടുള്ള സമീപനം എന്താണോ അതാണ് അക്ഷരം പ്രതി തെറ്റില്ലാതെ ശ്രീ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞത്. അത് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ തെറ്റല്ല. കാന്തപുരം അബൂബക്കർ മുസ്ലിയാരായാലും ആ സ്ഥാനത്ത് ഇസ്ലാമിക പണ്ഡിതന്മാരാരായാലും ശരി, ഇസ്ലാമിൽ സ്ത്രീകൾ എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് പറയുമ്പോൾ അവർക്ക് ഇങ്ങനെ പറഞ്ഞേ മതിയാകൂ. കാരണം ഇസ്ലാം സ്ത്രീകളെ സംബന്ധിച്ചുള്ള സമീപനത്തിൽ സ്ത്രീകൾക്ക് വളരെ വലിയ റിസർവേഷൻ ഉണ്ട്. ഇസ്ലാമിനകത്ത് റിസർവേഷൻ അല്ല, റെസ്ട്രിക്ഷൻസ് ഉണ്ട്, നിയന്ത്രണങ്ങളുണ്ട്. കടുത്ത നിയന്ത്രണങ്ങൾക്ക് വിധേയമായിട്ടാണ് സ്ത്രീകൾ ഇസ്ലാമിനകത്ത് ജീവിക്കുന്നത്. അപ്പോൾ അത് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഇപ്പോൾ ഇന്നു മുതലല്ല, പല സന്ദർഭങ്ങളിലും ഇത് പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പല മുസ്ലിം സംഘടനകളും അതവരുടെ സംഘടനകൾക്കുള്ളിൽ നടപ്പാക്കുകയും ചെയ്യുന്നുണ്ട്. കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ വിമർശിക്കുന്നു എന്ന് പറയുന്ന മുസ്ലിം സംഘടനകൾ പോലും അവരുടെ സമ്മേളനങ്ങളിലൊക്കെ നമ്മൾ കാണുന്നു. ഇപ്പോൾ മുസ്ലിം ലീഗ്, നമുക്ക് ലീഗിനെ കുറിച്ച് പറയുമ്പോൾ കുറേ കൂടി
ഒരു ലിബറൽ സ്വഭാവത്തോടെ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ജനാധിപത്യ സമൂഹത്തിൽ ഇടപെട്ട് ജീവിക്കുന്ന പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് മുസ്ലിം ലീഗ് എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ലീഗിൻ്റെ ഇപ്പം ഈ തവണയാണ് ലീഗ് അവർ മത്സരിക്കാൻ ഒരു സീറ്റ് ഒരു സ്ത്രീക്ക് കൊടുത്തത് നമുക്കറിയാം. പണ്ടെങ്ങാണ്ട് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് ഒരു ചർച്ചയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും കഴിഞ്ഞ ഒരു 10, 40, 50 വർഷത്തിനിടയ്ക്ക് നമുക്ക് ഒരു സ്ത്രീയെ മത്സരിക്കാൻ നിയമസഭാ മണ്ഡലത്തിൽ ഒരു സീറ്റ് കൊടുത്തത് ഇത്തവണയാണ്. അപ്പോൾ അതാണ് സ്ത്രീകളോടുള്ള സമീപനം. മാത്രമല്ല, ഇപ്പോൾ വനിതാ സമ്മേളനം എന്ന് പറഞ്ഞ് വനിതാ ലീഗിൻ്റെ സമ്മേളനം നടക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് പലപ്പോഴും അതിൻ്റെ ഫ്ലെക്സ് ബോർഡിൽ, ആ സമ്മേളനത്തിൻ്റെ ഫ്ലെക്സ് ബോർഡിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് പുരുഷന്മാരാണ്. അതിൽ പേരിന് പോലും ഒരു സ്ത്രീയെ ബോർഡിൽ കാണില്ല, വേദിയിലും കാണില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് സാധാരണ ലീഗ് പോലുള്ള സംഘടന പോലും സ്ത്രീകളോടുള്ള സമീപനം, അവർ പൊതുരംഗത്ത് വരാൻ പാടില്ല, പൊതു ഇടങ്ങളിൽ അവർ പ്രദർശിപ്പിക്കപ്പെടാൻ പാടില്ല, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് നിബന്ധനകൾ ഇസ്ലാമിനകത്ത് സ്ത്രീകൾക്കുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു വരണ്ട ജീവിതം നയിക്കാൻ നിയോഗിക്കപ്പെട്ട, വിധിക്കപ്പെട്ട ഒരു സമൂഹമാണ് ഇസ്ലാമിനകത്തെ സ്ത്രീകൾ. അവർക്ക് കലയില്ല, സാഹിത്യമില്ല, സിനിമ ആസ്വദിക്കാൻ അവകാശമില്ല, നാടകം ആസ്വദിക്കാൻ അവകാശമില്ല, പാട്ട് ആസ്വദിക്കാൻ അവകാശമില്ല. പൊതുരംഗത്ത് ഒരു സ്ത്രീയുടെ സ്വസിദ്ധമായ കഴിവുകൾ പ്രദർശിപ്പിക്കാനായിട്ടുള്ള എല്ലാ അവകാശങ്ങളും നിഷേധിക്കപ്പെട്ട് വീടിനുള്ളിൽ കുട്ടികളെ നോക്കുക, പ്രസവിക്കുക, കുട്ടികളെ നോക്കുക എന്നതിനപ്പുറത്തേക്ക്, കുടുംബം നോക്കുക എന്ന ആ ഒരു കാര്യത്തിനപ്പുറത്തേക്ക് അവരുടെ ഒരു സ്ത്രീയുടെ, ഒരു മനുഷ്യൻ എന്നത് എൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സ്ത്രീയുടെ അവരുടെ സർഗാത്മകത പ്രകടിപ്പിക്കുന്നതിന് എല്ലാവിധത്തിലും തടസ്സമായിട്ട് നിൽക്കുന്ന ഒരു മതമായിട്ടാണ് ഇസ്ലാം മതം ലോകത്തറിയപ്പെടുന്നത്. എന്നാൽ ഇസ്ലാം മതം ഔദ്യോഗിക മതമായി സ്വീകരിച്ചിട്ടുള്ള പല രാജ്യങ്ങളും അങ്ങനെയല്ല പെരുമാറുന്നത്. അത് നമ്മൾ മനസ്സിലാക്കുകയും വേണം. ഇപ്പോൾ ഇറാൻ പോലുള്ള ചില രാജ്യങ്ങൾ ഹിജാബ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ കടുത്ത നിയന്ത്രണം കൊണ്ടുവന്ന് സ്ത്രീകൾക്ക് വലിയ തോതിലുള്ള നിയന്ത്രണം കൊണ്ടുവരുന്നു. താലിബാൻ ആണെങ്കിൽ തൊട്ട അയൽവക്കത്തെ പുരുഷൻ ഈ വീട്ടിലേക്ക് നോക്കാതിരിക്കാൻ എല്ലാ വീടുകളിലെയും ജനലും വാതിലും ഒക്കെ അടച്ചിടണം. ജനലും പറ്റില്ല എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം താലിബാൻ ഒരു മന്ത്രി പറഞ്ഞിരിക്കുകയാണ്, പിന്നെ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകണമെന്ന്. അവിടെ പോലും മാറ്റം വരുന്നു. ഇപ്പോൾ സൗദി അറേബ്യ നോക്കൂ, സൗദി അറേബ്യ മാറ്റത്തിൻ്റെ പാതയിലാണ്. പക്ഷേ ഇവിടെ ചില മതപണ്ഡിതർ ഇങ്ങനെയാണ് ഉദ്ബോധിപ്പിക്കുന്നത്. അല്ല, താലിബാന്റെ മാറ്റം അത് ഈ താലിബാൻ ഒരു ഭരണകൂടവും കൂടിയാണല്ലോ. അന്താരാഷ്ട്ര സമ്മർദ്ദം താലിബാൻ ഭരണകൂടത്തിൻ്റെ മേലുണ്ടാകും. പക്ഷെ താലിബാന്റെ വിദ്യാഭ്യാസം, ഏത് വിദ്യാഭ്യാസമാണ് അവർ കൊടുക്കാൻ പോകുന്നത്, അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടി വരും. അവർ കൂടുതൽ തീവ്രമായ ഇസ്ലാമിക നിയമത്തിൽ കുട്ടികളെ പഠിപ്പിക്കുകയാണോ നമുക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും അത് കാത്തിരുന്ന് കാണേണ്ടതാണ്. പക്ഷേ നിലവിൽ സ്ത്രീകളോടുള്ള അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നു എന്നുണ്ടെങ്കിൽ തന്നെ ആ വിദ്യാഭ്യാസം കൊടുക്കുന്ന സ്ഥാപനങ്ങൾ, അതിൽ സ്ത്രീകളുടെ സ്ഥാനം എന്താണ്? അവർ കുട്ടികളോടൊപ്പം മിങ്കിൾ ചെയ്തിട്ട് ഇരിക്കുമോ? മിക്സഡ് ക്ലാസ് ആയിരിക്കുമോ? അല്ലെങ്കിൽ അവരെ പഠിപ്പിക്കുന്ന അധ്യാപകർ വനിതാ അധ്യാപകർ മാത്രമായിരിക്കുമോ? പരസ്പരം മുഖത്തോട് മുഖം നോക്കാനുള്ള അനുവാദം അവർക്കുണ്ടായിരിക്കുമോ? ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. അതവിടെ ഞാനിവിടെ പറയുന്ന സ്ത്രീകളുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട്, അവരുടെ സർഗാത്മകത പ്രകടിപ്പിക്കാനുള്ള അവസരവുമായി ബന്ധപ്പെട്ട് നിരവധി രാജ്യങ്ങളിൽ ഇത്തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പക്ഷേ ഇസ്ലാം മതം ഔദ്യോഗിക മതമായി സ്വീകരിച്ചിട്ടുള്ള പല രാജ്യങ്ങളും അതിൽ നിന്ന് വേറിട്ടും ചിന്തിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് രാജ്യങ്ങൾ സിനിമ പോലുള്ള സംവിധാനങ്ങളിലേക്ക് കടന്ന് സ്ത്രീകളുടെ സർഗാത്മക ആ ഒരു കഴിവ് പ്രകടിപ്പിക്കാൻ, അവരുടെ ബൗദ്ധിക കഴിവ് പ്രകടിപ്പിക്കാൻ ഒക്കെയുള്ള അവസരങ്ങൾ സ്ത്രീകൾക്ക് കൊടുക്കുന്ന മുസ്ലിം മതരാജ്യങ്ങളുണ്ട്. കാരണം അത് ഇസ്ലാമിനെ പൊതുജനാധിപത്യ സമൂഹം അല്ലെങ്കിൽ പുരോഗമന സമൂഹം സ്വാധീനിക്കുന്നതിൻ്റെ ലക്ഷണങ്ങളായിട്ട് വേണം അതിനെ കാണാൻ. പക്ഷേ ഇസ്ലാം എന്തു പറയുന്നു എന്ന് ചോദിച്ചാൽ കൃത്യമാണ്. അത് കാന്തപുരം നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. സ്ത്രീകൾ പൊതുരംഗത്ത് വരാൻ പാടില്ല, അവർക്ക് ബുദ്ധിയില്ല, അവർ വീട് മാത്രം ഭരിക്കാൻ വിധിക്കപ്പെട്ടവരാണ്, അവർ നിയോഗിക്കപ്പെട്ടവരാണ്. വീട്ടിലെ കുഞ്ഞുങ്ങളെ പ്രസവിക്കുക, കുട്ടികളെ നോക്കുക, വീട് കാത്തുരക്ഷിക്കുക, ഇതിനപ്പുറത്തേക്ക് സ്ത്രീകൾ പൊതുരംഗത്ത് വരാൻ പാടില്ല, അത് സർവനാശത്തിന് കാരണമാകും എന്ന് പറഞ്ഞിട്ടുള്ളത് കാന്തപുരമാണ്. അപ്പോൾ കാന്തപുരത്തിന്റെ ഈ അഭിപ്രായം പുതുതല്ല, വളരെ വ്യാപകമായിട്ട് ഇതിനു മുൻപ് ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഇസ്ലാമിൽ സ്ത്രീകളുടെ സ്ഥാനത്തെ സംബന്ധിച്ചുള്ള നിലപാടാണ് കാന്തപുരം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഓക്കെ, ഷാക്കിർ, കാന്തപുരത്തിന്റെ വാക്കുകൾ സ്വീകാര്യമാണോ? ഞാൻ ബാബുവിന്റെ സംസാരം കേൾക്കായിരുന്നു.
അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള അഭിപ്രായവും അദ്ദേഹം മനസ്സിലാക്കി വെച്ചിട്ടുള്ള തെറ്റിദ്ധാരണകളുമാണ് ഇപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അത് അദ്ദേഹം മാത്രമല്ല, എനിക്ക് തോന്നുന്നു അനിൽ നമ്പ്യാർ ഉൾപ്പെടെ പല ആളുകളും ഇസ്ലാമിനെ കുറിച്ച് തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുകയാണ്. അത് നമ്മൾ ചർച്ചയിൽ വരികയാണെങ്കിൽ നമുക്ക് സംസാരിക്കാം. ഇപ്പൊ കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ ഇന്ത്യന്റെ നിയമമല്ല പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ, മതപരമായ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ മുന്നിലുള്ള ആളുകളോട് പറഞ്ഞു കൊടുത്തതാണ്. അതിൽ ആർക്കാണ് കുഴപ്പം? എന്താണ് പ്രശ്നം? ഇസ്ലാം അതും ഈ രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് അത് താലിബാനൊക്കെ കൂട്ടിക്കെട്ടിയാൽ ഇപ്പോ RSSും ഹിന്ദു മതവും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? അതേപോലെ താലിബാനും ഇസ്ലാമും തമ്മിൽ താലിബാൻ ചെയ്യുന്നത് മുഴുവൻ ഇസ്ലാമിന്റെ കാര്യങ്ങളാണോ? അല്ലല്ലോ. നിങ്ങൾ ഈ താലിബാനെ നോക്കി ഇസ്ലാമിനെയോ RSSനെ നോക്കി ഹിന്ദു മതത്തെയോ നമ്മൾ അളക്കാൻ പാടുണ്ടോ? അങ്ങനല്ലല്ലോ. കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ അങ്ങനെ ഒരിക്കലും കഴിയില്ല. അങ്ങനെ ആയിക്കോട്ടെ, നമുക്ക് നോക്കാം. നമുക്ക് നല്ല സംവാദം ആയിക്കോട്ടെ. പ്രേക്ഷകർക്ക് നമുക്ക് ഞാൻ സംസാരിക്കട്ടെ. ഒറ്റ കാര്യം താലിബാൻ ചെയ്തതിൽ അനിസ്ലാമികമായ ഒരു കാര്യം പറയും. താലിബാൻ ചെയ്ത അനിസ്ലാമിക നിങ്ങൾക്ക് കണ്ടിട്ടുള്ള എന്താണ്? ഞാൻ കണ്ടിട്ടില്ല. എല്ലാം ഇസ്ലാമികമാണ്, എല്ലാം നബിചര്യയാണ് പുള്ളി ചെയ്തിട്ടുള്ളത്. നിങ്ങൾ പറയൂ, താലിബാൻ ചെയ്തതിൽ അനിസ്ലാമികമായ ഒരു കാര്യം പറയും. അല്ല, നിങ്ങൾ പുള്ളി ചെയ്തെന്ന് പറയും. താലിബാൻ ഒരു വ്യക്തിയാണോ? അതാ പറഞ്ഞ താലിബാൻ ചെയ്ത നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ അനിസ്ലാമികമായ ഒരെണ്ണം പറയും. ഒരെണ്ണം പറയൂ. എന്താണ് താലിബാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ, നടപ്പിലാക്കുന്ന കാര്യങ്ങളിൽ അനിസ്ലാമികമായ ഒരെണ്ണം പറയൂ. താലിബാൻ, ഞാൻ നേരത്തെ പറഞ്ഞു, താലിബാന്റെ ഇസ്ലാമും RSSന്റെ ഹിന്ദു മതവും അത് രണ്ടും ആ മതവുമായി ബന്ധമില്ലാത്ത പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ, നമുക്ക് താലിബാനിലെ അനിസ്ലാമികമായ ഒരു കാര്യം പറയൂ. നിങ്ങൾ താലിബാൻ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ തെറ്റാണെന്ന് നിങ്ങൾ പറയുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ പറഞ്ഞിട്ടില്ല താലിബാൻ ചെയ്യുന്നത് എല്ലാം ശരിയാണ്, ഇസ്ലാമികമായിട്ട് ശരിയാണെന്നാണ് ഞാൻ പറയുന്നത്. അത് നിങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് അറിയാത്തതുകൊണ്ടാണ്. എന്നാ നിങ്ങൾ പറയൂ, താലിബാൻ ചെയ്യുന്നതിൽ അനിസ്ലാമികമായ ഒരു കാര്യം പറയൂ. അറിയാണെങ്കിൽ നമ്മൾ താലിബാനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ യോജിപ്പില്ലാത്ത ഒരു വ്യക്തിയാണ് ഞാൻ. അത് നമുക്ക് വിഷയമല്ല. പക്ഷെ നിങ്ങൾ A.P. ഉസ്താദിനെ അംഗീകരിക്കുകയും താലിബാനെ എതിർക്കുകയും ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, താലിബാൻ ചെയ്യുന്നതിൽ അനിസ്ലാമികമായ ഒരു കാര്യം പറയൂ. നിങ്ങൾ കാന്തപുരം A.P. മഹാപണ്ഡിതനെ ഒരു മഹാപണ്ഡിതനെ നിങ്ങൾ താലിബാനുമായി കമ്പയർ ചെയ്യേണ്ട കാര്യമുണ്ട്. അതിന് അംഗീകരിച്ചു തരാൻ കഴിയില്ല. നിങ്ങൾ അംഗീകരിച്ചാൽ ഇല്ലെങ്കിലും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. താലിബാൻ ചെയ്യുന്നതിൽ അനിസ്ലാമികമായ ഒരു കാര്യം പറയും. ഞാനിപ്പോ 5ാമത്തെ തവണയാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, നിങ്ങളാണ് താലിബാനെ കുറിച്ച് മോശമായി പറയുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞു, താലിബാന്റെ ഇസ്ലാമും RSSന്റെ ഹിന്ദു മതവും രണ്ടും ആ മതവുമായി ബന്ധമില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. RSSന്റെ കാര്യം ഇവിടെ നിൽക്കട്ടെ, നമുക്ക് ആദ്യം താലിബാന്റെ കാര്യം തീരുമാനമാക്കാം. നിങ്ങൾ ആദ്യം താലിബാന്റെ കാര്യം പറയൂ. നിങ്ങൾ എന്തിനാണ് താലിബാനെ കുറിച്ച് പറയുമ്പോൾ എന്തിനാണ് RSSനെ പിടിക്കണേ? നമുക്ക് ആദ്യം താലിബാനെ കയറി. ഇന്നിപ്പോ ഇവിടെ താലിബാനെ കുറിച്ചല്ലേ നമ്മള് ചർച്ച? ഇവിടെ RSS അല്ലല്ലോ വിഷയം. താലിബാനല്ലല്ലോ ചർച്ച. ഇവിടെ താലിബാനാണ് ചർച്ച. താലിബാനിസമാണ് ചർച്ച. A.P. ഉസ്താദ് പറഞ്ഞത് താലിബാനിസമാണ്. ഞാൻ സ്ഥാപിച്ചു കാണിച്ചു തരാം. നിങ്ങൾ സംസാരിക്കുന്നത് ഒരു എക്സ് മുസ്ലിമിനോടാണെന്നുള്ള ഒരു ധാരണ നിങ്ങൾക്ക് മിനിമം വേണം. നിങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് ഒരു വിവരമില്ലാത്ത ആളാണ്. എന്നാ നിങ്ങൾ പറയൂ, താലിബാൻ ചെയ്ത കാര്യങ്ങളിൽ അനിസ്ലാമികമായ ഒരു കാര്യം പറയൂ. ഒരേ ഒരു കാര്യം. ഡോക്ടർ ആരിഫ് അതേ ഒന്ന് പറയട്ടെ. എക്സ് മുസ്ലിം സ്വയം അവകാശപ്പെട്ട് ഇസ്ലാമിന്റെ ബാലപാടും പോലും അറിയാത്ത നിങ്ങളോടൊന്നും പിന്നെ അതിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാൻ പറയാം കാന്തപുരം A.P. അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹം പറഞ്ഞിട്ടുള്ള വിഷയമാണല്ലോ നിങ്ങൾ ചർച്ചയ്ക്ക് എടുത്തിട്ടുള്ളത്. അതിനെ ഗോവിന്ദൻ കൗണ്ടർ ചെയ്യുകയും ഇന്ന് TM തോമസ് ഐസക് തിരിച്ചു പറയുകയും ഒക്കെ ചെയ്തല്ലോ. ഞാൻ പറയുന്നത് കാന്തപുരം A.P. അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുള്ള മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹത്തെ മതവിശ്വാസികളായിട്ടുള്ള ആളുകളോട് പറഞ്ഞതാണ്. നിങ്ങൾ എന്തിനാണ് അതിൽ അസ്വസ്ഥത കാണിക്കുന്നത്? RV ബാബുവിനോടോ അല്ലെങ്കിൽ ജാമിദയോടോ നുസ്രത്തിനോടോ നിങ്ങൾ ആരും അത് അംഗീകരിക്കണമെന്നില്ല. അത് ഇഷ്ടമുള്ള ആളുകൾ അംഗീകരിച്ചോട്ടെ, വിശ്വാസികൾ സ്വീകരിച്ചോട്ടെ. അല്ല, പക്ഷേ ഷാക്കിർ എന്നാലും അത് ചർച്ച ചെയ്യണ്ടേ? ഷാക്കിർ ഒന്ന് കുഴപ്പമില്ല, ചർച്ച ചെയ്തോളി. ആർക്ക് ചർച്ച ചെയ്യാം? നമ്മൾ ജനാധിപത്യ രാജ്യത്ത് അങ്ങനെ ചർച്ച ചെയ്ത ഒരു കുഴപ്പമില്ല. അതിന്റെ ശരിയും തെറ്റും ചർച്ച ചെയ്യുകയോ അതിന്റെ മറ്റെന്തും ചർച്ച ചെയ്ത ഒരു കുഴപ്പമില്ല. പക്ഷേ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ പോലെയുള്ള ഒരു
അതായത് താലിബാനോട് ഉപമിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ശരി, താലിബാൻ വേറെ ഒരു തീവ്രവാദ സംഘടനയാണ്. എന്നാൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അങ്ങനെ ഒരു തീവ്രവാദ സംഘടനയുടെ ആളല്ല. അല്ല, കാന്തപുരം ലൈനും താലിബാനിസവും ഒന്നാണെന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. കാന്തപുരം പറയുന്നത് എന്താണ്, അതാണ് താലിബാനിസം, അവർ പ്രയോഗത്തിൽ സ്ത്രീകളോട് സമീപനം പ്രത്യേകിച്ച് നേരത്തെ ചൂണ്ടിക്കാണിച്ചു. അടിസ്ഥാനപരമായി സ്ത്രീകളോട് ഇസ്ലാമിന്റെ സമീപനം മനസ്സിലാക്കിയാൽ സ്ത്രീകൾ, അതെ അതാണ് അറിയേണ്ടത്. രണ്ട് സ്ത്രീകളുണ്ട് ഇവിടെ. ഷാക്കിർ, രണ്ട് സ്ത്രീകളുണ്ട്. അടിസ്ഥാനപരമായി ഇസ്ലാമിൽ സ്ത്രീകളോടുള്ള സമീപനം എന്താണ്? ആ സമീപനമാണ് കാന്തപുരം മുസ്ലിയാർ പറഞ്ഞു വെച്ചത്, അല്ലേ? ഒരു ചോദ്യം ചോദിച്ചോട്ടെ. രണ്ട് സ്ത്രീകളെ ഇപ്പൊ ഈ ചർച്ചയ്ക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ആ രണ്ടുപേരും ഒന്ന് ജാമിദയും നുസ്രത്തുമാണ്. ഇവരെന്ത് ജീവിത ശൈലിയാണ്? അവർക്ക് എന്താ കുഴപ്പം? അവരുടെ കുഴപ്പമില്ല, ഞാൻ കുഴപ്പമില്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞു നിങ്ങൾ അതിന്റെ വ്യൂ എടുക്കണേ, സെൻസിൽ എടുക്കണേ പ്ലീസ്. കുറിച്ചും അല്ല ഇസ്ലാമിനെ കുറിച്ചും ഇപ്പൊ എന്നോട് പിന്നെ എന്താ പറയാ കുഴപ്പമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സുഹൃത്ത് അദ്ദേഹം നമുക്കറിയാലോ. അദ്ദേഹം ഇന്നാൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത് നമ്മൾ ഇവിടെ തന്നെ പറഞ്ഞു, ഞാൻ ആദ്യം SFI ആയിരുന്നു, പിന്നെ വേറെ കുറെ ജമാഅത്ത് ഇസ്ലാമിന്റെ ഇതിൽ പോയതാണ്, ഇപ്പൊ ഞാൻ എക്സ് മുസ്ലിം ആയിരുന്നു. അത് ഓരോരുത്തരും ഇഷ്ടമാണ്, ആയിക്കോട്ടെ. നിങ്ങളൊന്നും ഇതിനെ കുറിച്ച് ശരിയായി മനസ്സിലാക്കുന്നത് ഞങ്ങളുടെ ആരുടെയും കുഴപ്പമില്ല. എനിക്ക് അറിയാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ചോദിച്ചോട്ടെ അനിൽ നമ്പ്യാർ. ഓക്കെ, ഇസ്ലാമിൽ ഭയങ്കരമായ സ്ഥാനം ഇസ്ലാമിന് ഈ സ്ത്രീകൾക്ക് കൊടുക്കുന്നുണ്ട് എന്നാ പറയുന്നത്. ഞാൻ ഒരു സംശയം ചോദിക്കുകയാണ്. ഇസ്ലാമിൽ നിസ്കാരം മുറിയുന്ന 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, അതായത് ഒരു വ്യക്തി നിന്ന് നിസ്കരിക്കുന്ന സമയത്ത് അയാളുടെ മുന്നിലൂടെ 3 സാധനങ്ങൾ കടന്നു പോകുമ്പോൾ നിസ്കാരം മുറിയും. അതിൽ ഒന്നാമത്തേത് കഴുതയാണ്, രണ്ടാമത്തേത് പട്ടിയാണ്, മൂന്നാമത്തേത് എന്താണെന്നൊന്ന് പറഞ്ഞുതരൂ. ഞങ്ങൾ ചോദിക്കട്ടെ, ഇപ്പൊ നിങ്ങൾ പറഞ്ഞു തരൂ. നിങ്ങൾ മതം പഠിച്ച നിങ്ങൾ മുസ്ലിം ലീഗിന്റെ ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്ന മുസ്ലിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി നടക്കുന്ന മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയുടെ പ്രധാനപ്പെട്ട വ്യക്തി, നിങ്ങൾക്ക് എന്നെക്കാളും മതം അറിയാമെന്ന് നിങ്ങൾ പറയുന്നു, എനിക്ക് മതം അറിയില്ല എന്ന് നിങ്ങൾ പറയുന്നു. നിങ്ങൾ പറഞ്ഞു തരൂ. 1 പട്ടി, 2 കഴുത, മൂന്നാമത്തേത് എന്താണെന്നൊന്ന് പറഞ്ഞു തരൂ. നിങ്ങൾ ഒരു മിനിറ്റ്, ഇത് രണ്ടെണ്ണം ഇത് ആരും നിങ്ങളോട് പറഞ്ഞത്? ഹദീസ് നിങ്ങൾ പോയി വായിക്കണ്ടേ? നിങ്ങൾ വായിച്ചിട്ടില്ലേ? ഹദീസ് പഠിച്ചിട്ടില്ലേ? ഹദീസ് നമുക്ക് എടുക്കാലോ, ഇത് നമുക്ക് വേണമെങ്കിൽ ഡിസ്പ്ലേയിൽ ഡിസ്പ്ലേ ചെയ്ത്. ഞാൻ എഴുതിയ ഹദീസ് അല്ല. ഓക്കെ, ശ്രീ അനിൽ നമ്പ്യാർ ഇദ്ദേഹം പറഞ്ഞു നോക്കി, ഇസ്ലാമിലോ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങളിലോ ഹദീസ് എന്ന് പറഞ്ഞ പ്രവാചകന്റെ ജീവിതചര്യയാണ് ഹദീസ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സംഗതിയിലോ ഇല്ലാത്ത നമുക്ക് റെഫറൻസ് കൂടെ എടുത്തു. അത് അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല അനിൽ നമ്പ്യാർ. നമ്മൾ വേണമെങ്കിൽ ഇവിടെ ഡിസ്പ്ലേ ചെയ്യും. ഓക്കെ, സഹീഹ് ബുഖാരി. ഞാൻ പറഞ്ഞത് ആരിഫ് പറഞ്ഞത് തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് താങ്കൾക്ക് ചൂണ്ടിക്കാണിക്കാം. താങ്കൾ ആരിഫ് താങ്കളുടെ കയ്യിലുള്ള ഹദീസ് ഒന്ന് കാണിച്ചേ. ഞാനിവിടെ വായിക്കാം. സഹീഹ് ബുഖാരി 511. ഓക്കെ, ബുഖാരി നിങ്ങൾക്ക് അറിയുന്ന ആളായിരിക്കും. നമ്മളുടെ സംഘപരിവാറിന്റെ നമ്മളുടെ ബുഖാറ എന്ന് പറഞ്ഞ സ്ഥലത്തെ എന്താണ് സംഘചാലകാണ്. ഓക്കെ, അദ്ദേഹം എഴുതിയ സാധനമാണ് 511ാമത്തെ ഹദീസ്. അതിൽ എഴുതിയിരിക്കുന്നത്, the things which annul the prayers were mentioned before me. They said prayer is annulled by a dog, a donkey and a woman. നിങ്ങൾ പോയി മദ്രസയിൽ പോയി പഠിക്കേണ്ട പൊന്നു ഷാക്കിർ. എനിക്കതേ പറയാനുള്ളൂ. ഇസ്ലാമിലെ സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇസ്ലാമിലെ സ്ത്രീ ഇത് സ്ത്രീയോട് തന്നെ ചോദിക്കാം. ഇപ്പോഴും ചോദിച്ചോ? ഇസ്ലാം മതത്തെ വിശ്വസിക്കുന്ന ഒരു സ്ത്രീ ഇവിടെ ഇരിപ്പുണ്ട്, നമുക്ക് ചോദിക്കാം. അതെ, ശ്രീ അനിൽ ഒറ്റ കാര്യം പറയട്ടെ. അതായത് ഇസ്ലാമിന്റെ അടിസ്ഥാന ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ അത് വിശുദ്ധ ഖുർആനാണ്. 1. 2 ഹദീസാണ്. രണ്ടാമത് ഈ ഹദീസിലെ സാധനമാണ് ഞാൻ വായിച്ചത്. ആണെന്നേ, അത് ശരി. അതെങ്ങനെ നിങ്ങളെ ഞാൻ വെല്ലുവിളിക്കാണ്. ഇത് തെറ്റാണെന്നും ഇത് ലൈഫായ ഹദീസാണെന്നും നിന്ന് തെളിയിച്ചാൽ ഞാൻ ഇവിടെ കലിമ ചെല്ലും. ഓക്കെ, അന്ന് നിങ്ങളൊന്ന് തെളിയിക്കും. നിങ്ങൾ മുസ്ലിം ലീഗിന്റെ ആണൊരുത്തനായിട്ടുള്ള ഒരു നേതാവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തെളിയിക്കും. ഈ ചർച്ചയിലെങ്കിലും സ്ത്രീകൾക്ക് ഒരു പ്രാധാന്യം കൊടുക്കണ്ടേ? നിങ്ങൾ തെളിയിക്കുകയാണ് കുറച്ച് സമയമായിട്ട്. അവര് പറയട്ടെ. ശ്രീമതി നുസ്രത്ത് ജഹാൻ, ഷാക്കിർ പറയുന്നതാണോ ശരി, അല്ലെങ്കിൽ ആരിഫ് ഹുസൈൻ പറയുന്നതാണോ ശരി? ഏതാണ്? ഷാക്കിർ ആദ്യം തന്നെ എന്നെ മുസ്ലിമായിട്ട് കണക്കാക്കിയില്ല. മുസ്ലിം ലീഗിലെ ഷാക്കിറിനോ പാണക്കാട് തങ്ങന്മാർക്കോ അല്ല എന്നെ മുസ്ലിമാണോ ഹിന്ദുവാണോ
നിങ്ങൾ അങ്ങനെ പറയില്ലേ? അങ്ങനല്ല. ഓക്കെ, ഞാൻ ആരാണെന്നുള്ളത് എന്റെ ദൈവവിശ്വാസം എന്റെ ഉള്ളിൽ കരുതുന്ന ഒരാളായതുകൊണ്ടാണ് നിങ്ങൾ രണ്ടുപേരുടെ അഭിപ്രായം അറിയാം ഞാൻ നടക്കുന്നത് ഇസ്ലാമിക രീതിയിലാണോ? ദ്വയാർത്ഥ പ്രയോഗം പാടില്ല, മതനിന്ദ പാടില്ല, സാമൂഹ്യ സ്പർദ്ധ ഉണ്ടാക്കുന്ന പരാമർശങ്ങൾ പാടില്ല. എല്ലാവരും നമ്മുടെ ഗസ്റ്റുകളെ ബി കെയർഫുൾ കേട്ടോ. ഓക്കെ, സി ഞാന് ഇസ്ലാമിക രീതിയിലാണോ നടക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ ഇസ്ലാമിക രീതിയിൽ പറഞ്ഞാൽ ഞാൻ ഒരു ബിക്കിനിട്ടോ വേറൊന്നും ശരീരത്തിന്റെ ഭാഗം കാണിച്ചോ ഒന്നും നടക്കുന്ന ഒരാളല്ലേ. ഏത് വിധത്തിൽ നോക്കിയാലും ഞാൻ മാന്യമായി വസ്ത്രം ധരിക്കുന്നതാണ്. ഇസ്ലാമിൽ പറഞ്ഞ പോലെ ഡിഗ്രി കിറ്റിക്ക് അനുസരിച്ച് വസ്ത്രം ധരിക്കുക എന്നുള്ള വാക്കാണ് ഇസ്ലാം ഖുർആനിൽ യൂസ് ചെയ്ത്. ആ ഡിഗ്നിറ്റി യൂസ് ചെയ്ത് മാത്രമേ ഞാൻ നടന്നിട്ടുള്ളൂ. തലയിൽ ഇടാത്തത് കൊണ്ട് തലയിൽ തട്ടം ഒരു ഇസ്ലാമിക ചിഹ്നമാണോ എന്നുള്ള പിന്നെ ഒരിക്കലും എവിടെയും പറഞ്ഞിട്ടില്ല ക്ലിയർ ആയിട്ട്. മാറത്തേക്ക് തുണിയിടുക എന്ന് പറഞ്ഞ ഇസ്ലാമിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ തലയിലെ മുണ്ടിനെ പറ്റി പറഞ്ഞിട്ടില്ല. പിന്നെ ദുബായ് ഷെയ്ഖിന്റെ മകള് ഡിവോഴ്സ് ചെയ്ത് അവരെ കല്യാണം ഒരു ക്രിസ്ത്യൻ കല്യാണത്തിന്റെ രീതിയിലാണ് ദുബായ് ഷെയ്ഖിന്റെ മകളെ കല്യാണം. അതൊക്കെ ഇവര് ലൈക്കടിക്കും, ഇവർക്കൊന്നും പറയാനില്ല, കാരണം രാജാവിന്റെ മകളാണ്. നുസ്രത് ജഹാന്റെ തട്ടം വീണു പോണ ചെറുപ്പം തൊട്ടേ ഞാൻ കേൾക്കുന്ന, ഞാൻ 3 വയസ്സായിരുന്നു തൊട്ട് കേൾക്കണ. ഞാൻ അതുകൊണ്ട് തട്ട ഇടാറില്ല. ഒരാളിനെ വർഷങ്ങളോളം ഇരുന്ന് പലതും പറഞ്ഞു നോക്കി ഒരു കൂട്ടാൾക്കാര്. ഞാൻ വിചാരിച്ച് ഇനി തീരെ ഇടുന്നില്ല എന്ന് വിചാരിച്ച്. അതാണ് ഇപ്പൊ അതിന്റെ തീരുമാനം. പിന്നെ ജെനിഫർ ലോപ്പസ് വന്നിട്ട് പർദ്ദ അങ്ങോട്ട് ഊരിയിട്ടിട്ട് അവരുടെ ആ ഒരു ഡാൻസ് പാട്ട് കണ്ടതല്ലേ സൗദി അറേബ്യയില് 3 മാസം മുമ്പേ. അപ്പൊ സൗദി അറേബ്യ ഇസ്ലാമിക രാജ്യമല്ല, അഫ്ഗാനാണ്, താലിബാനാണ് ഇസ്ലാമിക രാജ്യം, കേരളാണ് ഇസ്ലാമിക രാജ്യമാണെന്നാണോ മുസ്ലിം ലീഗും കാന്തപുരം ഉസ്താദൊക്കെ പറയുന്നത്? അവിടെ ഉള്ളവർ മാത്രമേ ഇസ്ലാം പഠിച്ചിട്ടുള്ളൂ. പർദ്ദ എല്ലാരും പർദ്ദ ഊരി എറിയുമ്പോ ഇവിടെ പർദ്ദയിലുള്ള മുഖം മൂടുന്ന ഈ ഒരു സംസ്കാരം കൊണ്ടുവരും. ഒരു തലക്കെന്ന് പാണക്കാട് തങ്ങൾ പറയും ഇതാണ് ഇസ്ലാമിക രീതി, അതിന് ഞങ്ങൾ ഇങ്ങനെ ചെയ്യും. അപ്പൊ അതിനെ കൗണ്ടർ ചെയ്തിട്ട് സമസ്ത പറയും. അപ്പൊ സമസ്തനെ കുറ്റം പറഞ്ഞ് ഇവര് പറയും. അപ്പൊ എല്ലാം കഴിയുമ്പോ അവസാനം പാന്തപുര ഉസ്താദ് ബുഖാരിയൊക്കെ പഠിച്ച, ബുഖാരിയിൽ ലെസൺ എടുക്കുന്ന ആളാണ്. ദിവസം എപ്പോഴും ക്ലാസ് എടുക്കുന്നുണ്ട്. കാന്തപുര ഉസ്താദിനെ പേഴ്സണലി അറിയാം, എനിക്ക് വളരെ ഇഷ്ടമുള്ള ആളുമാണ്. പക്ഷെ പെണ്ണുങ്ങളെ വിഷയത്തിൽ മൂപ്പര് വരുമ്പോ പ്രസവിക്കാനുള്ള യന്ത്രം എന്ന് പലതവണ പറഞ്ഞത് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഈ ഉസ്താദ് പറഞ്ഞ ഈ കാര്യം പറയുമ്പോ നമ്മുടെ ഒരു ഒരു ഖുർആനിലെ ഒരു സൂറത്ത് വരെ ഇറങ്ങിയിട്ടുണ്ട്. ഈ പെണ്ണിറങ്ങിയെന്ന് ഉദാഹരണം പറയാ. കിസ്സത്തിൽ ഇഫ്ക് ഒരു കിസ്സ, ഫൊർഗീവ്നെസിന്റെ ഒരു കിസ്സ പറയുന്ന ഒരു ഇത് സൂറത്തിൽ 100 11 തൊട്ട് 18 ആയത്ത് വരെ പറയുന്നത്. ആയിഷ ബീവി യുദ്ധത്തിന് പോയപ്പോ ഖന്തക് യുദ്ധത്തിന് പോയപ്പോ അവിടെ വെച്ച് മാല നഷ്ടമായി എത്തി. അവരുടെ കൂടാരങ്ങളിൽ എത്തിയപ്പം നെക്ലേസ് ലോസ് ആയത് കണ്ട് ആയിഷ ബീവി വീണ്ടും തിരിച്ചു പോകുമ്പോ അവിടെ വെച്ച് ഒരു ഖുറൈശി ഇവരെ പറ്റി അപവാദം, ഇവരെ കൊണ്ടുവന്ന ക്യാമലിന്റെ റൈഡറായിട്ട് ഇവർ പോയി എന്നുള്ള അപവാദം വന്നിട്ട് ഈ റസൂലുള്ളാഹിയും ഈ ആയിഷ ബീവിയും തമ്മിൽ എത്രയോ ദിവസങ്ങൾ പിണങ്ങി നിന്ന് പിന്നെ സത്യം മനസ്സിലായി ഫൊർഗീവ് ചെയ്ത് ഒക്കെ കൊടുത്ത ഒരു കഥ വരുന്നുണ്ട്. അത് ആ യുദ്ധത്തിന് പോയതാ. അപ്പൊ ഈ ആണും പെണ്ണും ഖന്തക്ക് യുദ്ധത്തിൽ പെണ്ണുങ്ങളെ ഡിവൈഡ് ചെയ്ത് മറട്ടിയിരുന്നോ, അല്ലെങ്കിൽ യുദ്ധം എന്ന് പറഞ്ഞാൽ യുദ്ധത്തിലും ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഇനി പഠിക്കേണ്ട ഒരു വിഷയമാണ്. കാന്തപുരം തന്നെ പറയുമ്പോ വേറെ ആരും അല്ലല്ലോ. അപ്പൊ വേറെ ആരാണെങ്കിൽ നമുക്ക് ഇത്രയും ലെസൺ എടുക്കുന്നത് എത്രയോ പേർക്ക് ഗുരുനാഥനായിട്ടുള്ള ഒരാളാ. അപ്പൊ ഈ അത് സൂറത്ത് ഇറങ്ങിയപ്പോ അതിൽ പറയുന്ന ഒരു വേർഡ്സ് ഉണ്ട്. അപ്പൊ അതിന് തെളിവാണ്. സ്ത്രീകൾ പങ്കെടുത്തു യുദ്ധത്തിന് എന്ന് പറയുമ്പോ അവിടെ ഏത് വസ്ത്രമാണോ എന്താണോ എങ്ങനെയാന്നുള്ള ഒന്നും പറഞ്ഞിട്ടല്ല, യുദ്ധത്തിൽ പങ്കെടുക്കാന്നുള്ള. അപ്പൊ എല്ലാ സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട്. വിമാനം ഓട്ടുമ്പോ ഇപ്പൊ കോ പൈലറ്റ് വലിയ ലോങ് ഹോൾ ഫ്ലൈറ്റ്സിലൊക്കെ പെണ്ണുങ്ങൾ പോകുന്നുണ്ട്. ഇപ്പൊ ഒരു മലപ്പുറത്തുനിന്നും കോഴിക്കോട് നിന്നൊക്കെ പെൺകുട്ടികൾ ഇപ്പൊ വിമാനം പറത്താനും എയർപോർട്ടിലും ജോലിയിലും ഒക്കെ ചെയ്യുന്നുണ്ട്. അവിടെയൊക്കെ ഇപ്പൊ ഒരാള് തളർന്ന് വീഴുകയെ ഒക്കെ ചെയ്താൽ പെണ്ണുങ്ങളാണ് കൂടുതൽ അവിടെയൊക്കെ ജോലി ചെയ്യാനുള്ളത്. ഞാൻ ഉണ്ടായൊരു ഫീൽഡ് ആയതുകൊണ്ട് പറയാം. ഈ കാന്തപുര ഉസ്താദിനെയും ഈ പാണക്കാട് തങ്ങന്മാരെയും ഒക്കെ ബോർഡിംഗ് പാസ് കൊടുത്ത് എയർക്രാഫ്റ്റ് വരെ അനുഗമിച്ച ആളാ ഞാന്. അപ്പൊ അവർക്ക് ആൺ പെണ്ണൊന്നും ഇല്ല. നമ്മളവിടെ ജോലി ചെയ്യണം. നമ്മളെ ഡിഗ്രിക്കോടെ നമ്മൾ ഡീസന്റ് ആയിട്ടുള്ള യൂണിഫോം ധരിച്ച് അവിടെ ചെയ്യണം. അവിടെ ഒന്നുമില്ല. ഇവർക്ക് വേണ്ട. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്താ അറിയോ,
ഇവര് പറയുന്ന ഇസ്ലാം ഏതാണ്? ഇവർക്ക് ആവശ്യമുള്ളപ്പോ സിനിമശാല ഉണ്ടാക്കാം, സിനിമ കാണാം, സിനിമയിൽ അഭിനയിക്കുക. ഇവരാൾക്കാരാണെങ്കിൽ, ആണാണെങ്കിൽ, പെണ്ണിന് മാത്രമേ ഉള്ളൂ ഇതൊക്കെ വിരോധം. ഇന്ത്യയിലെ എല്ലാ വലിയ ആർട്ടിസ്റ്റും മുസ്ലിങ്ങളാ. ബോളിവുഡ് സിനിമ നോക്കുകയാണെങ്കിലും എല്ലാം ഒരു ആദ്യം തൊട്ടേ. അപ്പൊ ഒന്നുമില്ല. അപ്പൊ മമ്മൂട്ടീന്റെ ഭാര്യ തട്ടിട്ടില്ലെങ്കിലോ, കേരളത്തിലും അങ്ങനെയാണ്. അപ്പൊ മമ്മൂട്ടീന്റെ ഭാര്യ തട്ടിട്ടില്ലെങ്കിലോ അതൊരു പ്രശ്നമല്ല. പക്ഷെ നേരെ മറിച്ച് ഒരു പെൺകുട്ടി അവിടെ ആ സിനിമ അഭിനയിച്ച് വന്നാലില്ല. ബാക്കിയുള്ള ചെറിയ നടന്മാർക്കും പ്രശ്നമുണ്ട്, അവരെ ഭാര്യമാരെ തട്ടിട്ടില്ല സിനിമ അഭിനയിക്കുക. അപ്പൊ ഇത് പണത്തിന്റെ പവറിലാണോ ഈ തട്ടവും ഇസ്ലാമും ഒക്കെ വരുന്നത്? ഇപ്പൊ കേരളത്തിൽ വേറെ എവിടെയില്ല കേട്ടോ അതൊന്നും, ഈ കേരളത്തിൽ നിന്നുള്ളത്. ഇവർക്ക് അപ്പൊ ഇതാണ് ഇത്രയും വലിയ ഒരു കാര്യം ചോദിച്ചോട്ടെ അതെ. യെസ് ഷാക്കിർ, ചോദിക്കാം. അതായത് ഇപ്പോ പിന്നെ ചില രാജ്യങ്ങളിൽ ഇങ്ങനെയാണ്, ചില രാജ്യങ്ങൾ മറ്റു രീതിയിലാണ്. മമ്മൂട്ടിയുടെ വൈഫിനൊക്കെ കമ്പയർ ചെയ്യുന്നുണ്ട്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ താത്തക്ക്, അതായത് വിശുദ്ധ ഖുർആനും ഹദീസുമാണ്. വ്യക്തികൾ ആരെങ്കിലും പറയുന്നതോ അല്ലെങ്കിൽ വ്യക്തികൾ വിശ്വസിക്കുന്നതോ ഈ നിങ്ങൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആൾ വ്യാഖ്യാനിക്കുന്നതോ ഞാൻ എന്റെ ഇഷ്ടത്തിന് പറയുന്നതോ അല്ലല്ലോ ഇസ്ലാം. അത് അങ്ങനെ ആരെങ്കിലും ചെയ്താൽ വ്യക്തിപരമാണ്. ഇസ്ലാമിന്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങൾ രണ്ടെണ്ണം, ഒന്ന് വിശുദ്ധ ഖുർആനും മറ്റു നിങ്ങൾ ആ വ്യക്തി ഇന്നത് ചെയ്തു, ഈ വ്യക്തി ഇന്നത് ചെയ്തു. ഇപ്പൊ പല വിശ്വാസവും പല AP ഉസ്താദ് പറഞ്ഞത് ഇസ്ലാമാണോ അതോ AP ഉസ്താദിന്റെ വ്യക്തിപരമായ അഭിപ്രായമാണോ? AP ഉസ്താദ് പറഞ്ഞ ഇസ്ലാമാണോ അല്ലേ? അല്ല, ഞാൻ പറഞ്ഞു തുടക്കത്തില് അല്ല, നിങ്ങൾ പറഞ്ഞതിന്റെ ബാക്കിയാണ് ഞാൻ ചോദിക്കണേ. AP ഉസ്താദ് പറഞ്ഞത് ഇസ്ലാമാണോ അല്ലേ? കേരളത്തിൽ ജീവിച്ചിരിക്കണതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു പണ്ഡിതനാണ് ഇസ്ലാമികപരമായിട്ട് AP ഉസ്താദ്. ഇപ്പോഴും ഈ പ്രായത്തിലും ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പൊ അയാൾ മുസ്ലിം അല്ലേ? അല്ല, അയാൾ പറഞ്ഞത് ഇസ്ലാമാണോ അല്ലേ? അറിയേണ്ടത് ആരിഫെ, നമുക്ക് അതല്ല അറിയേണ്ടത്. AP ഉസ്താദ് പറഞ്ഞത് ഖുർആനും ഹദീസും മുൻനിർത്തിയാണോ അല്ലേ ഷാക്കിറെ? അത് മാത്രമേ അറിയണ്ടൂ. ഖുർആനിലും ഹദീസിലും ഉള്ളതാണോ പറഞ്ഞത്? നിങ്ങള് ജനൻ ടിവിയുടെ പിന്നെ അവതാരകനും നിങ്ങൾ എല്ലാവരും കൂടെ ഒരുപോലെ ചോദിക്കുന്ന അതൊന്നും ഇവിടെ വിഷയമല്ല. നമുക്ക് വിഷയമാണ് പ്രധാനം. ഒന്ന് മാത്രമേ ഉള്ളൂ. AP ഉസ്താദ് പറഞ്ഞത് ഖുർആനും ഹദീസുമാണോ അല്ലേ? ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ശ്രീ ജാമിദ കേട്ടിട്ടില്ലേ? തുടക്കത്തിൽ പറഞ്ഞു കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞത് അദ്ദേഹം മനസ്സിലാക്കിയ ദീൻ അനുസരിച്ച് വിശ്വാസികളോട് പറഞ്ഞ സംഗതിയാണ്. അത് 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 അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്. അദ്ദേഹം മനസ്സിലാക്കിയ ദീൻ അങ്ങനെയാണ്. അതിന് നിങ്ങൾ എന്തിനാണ് അസ്വസ്ഥത കാണിക്കുന്നത്? തീർച്ചയായിട്ടും ഉണ്ട്, അസ്വസ്ഥത ഉണ്ട്. നിങ്ങൾ എന്തിനാ അതിന് മറുപടി ഞാൻ പറഞ്ഞു തരാം. പിന്തിരിപ്പൻ ആശയങ്ങളെ എതിർക്കാൻ ജനാധിപത്യ സമൂഹത്തിൽ ഞങ്ങൾക്കും റൈറ്റ്സ് ഉണ്ട്. അല്ല, എതിർത്തോളി, കുഴപ്പമില്ല. നിങ്ങൾക്ക് അഭിപ്രായം പറയാ. നിങ്ങൾ അങ്ങനെ ജീവിക്കണില്ലല്ലോ, നിങ്ങൾക്ക് അങ്ങനെ അഭിപ്രായം പറയാം. ആരും ആരും തടസ്സമല്ല, നിങ്ങൾ പറഞ്ഞോളൂ. അതല്ല ഇവിടുത്തെ വിഷയം അതല്ല ഷാക്കിർ. ഇപ്പൊ ഞാൻ എങ്ങനെ ജീവിക്കണം എന്ന് ഷാക്കിറിന്റെ പെർമിഷൻ എനിക്ക് വേണ്ട. പറഞ്ഞത് ഷാക്കിറെ AP കാന്തപുരം പറഞ്ഞത് ഖുർആനിന്റെ അടിസ്ഥാനത്തിലാണോ അല്ലേ? ആണെങ്കിലും എനിക്ക് മറുപടിയുണ്ട്, അല്ലെങ്കിലും എനിക്ക് മറുപടിയുണ്ട്. ഷാക്കിർ അതിനെ പ്രതിനിധീകരിക്കാനാണല്ലോ വന്നിരിക്കുന്നത്. അപ്പോൾ അതിന്റെ മറുപടി പറയും. അല്ല 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 ഞാൻ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ പ്രതിനിധീകരിക്കാൻ വന്നതല്ല. ഞാൻ അദ്ദേഹത്തിന്റെ വാക്കുകൾ സ്വീകാര്യമാണെന്നാണ് പറഞ്ഞത് ഷാക്കിർ. എന്റെ സ്റ്റേറ്റ്മെന്റ് വെരി ക്ലിയർ ആണ്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ഇസ്ലാമിക പണ്ഡിതനാണ്. എനിക്കറിയാലോ, ഇസ്ലാമിൽ തന്നെ വ്യത്യസ്ത കാഴ്ചപ്പാടുള്ള മതസംഘടനകൾ ഒരുപാടുണ്ട്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം മതപരമായ വിഷയങ്ങൾ അഭിപ്രായം പറയേണ്ടത് പണ്ഡിതന്മാരാണ്. ഇപ്പൊ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അംഗീകരിക്കാത്ത ഒരുപാട് പണ്ഡിതന്മാര് കേരളത്തിലില്ലേ? ഈ പണ്ഡിതൻ, ഒരൊറ്റ ക്വസ്റ്റ്യൻ, ആരാ ഇസ്ലാമിൽ പണ്ഡിതന്മാരെ നിശ്ചയിക്കുന്നത്? ആ നിശ്ചയിച്ചവർ മുഴുവൻ ഇസ്ലാം പഠിച്ചിട്ടാണോ ഇവിടെ പറയുന്നത്? അതും ഒരു ചോദ്യ. കാരണം ഈ ഖുർആനിലുള്ളത് ഖുർആൻ അംഗീകരിച്ച് ജീവിക്കണവരോടാണ് കാന്തപുരം ഉസ്താദ് പറഞ്ഞത്. ഖുർആൻ അംഗീകരിച്ച് മറുപടി ഞാൻ കൊടുക്കാം. അതല്ല എന്റെ മറുപടി. അതായത് ഖുർആൻ 9-ാം അധ്യായമായ സൂറത്ത് തൗബയിലൂടെ APയെ അടക്കം ഇന്ന് APയെ സുഖിപ്പിച്ചുകൊണ്ടുവന്ന ഉസ്താദിനെ അടക്കം ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞ ഗ്രന്ഥമാ. ഞാൻ പറഞ്ഞു തരാം വചനം. ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാൻ ലയഅകുലൂന അംവാലൻ നാസി ബിൽ ബാത്തിൽ വയസുദ്ദൂന അൻ സബീലില്ലാഹ്. പണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും അധികം ആളുകളും ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി ഭക്ഷിക്കുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്നും ജനങ്ങളെ തടയുകയും ചെയ്യുന്നവരാണ്. ഇതിന്റെ മറുപടി ഞാൻ വേറെയും തരാം. AP കാന്തപുരത്തിന്റെ പെങ്ങന്മാരുണ്ട്, ഭർത്താവില്ലാത്ത പെങ്ങളുണ്ട്, അവരുടെ മക്കൾ MBBS പഠിച്ചവരുണ്ട്. വേണോ തെളിവ്? ഞാൻ എടുത്തു തരാം തെളിവ്. അവരെ ആരാ പഠിപ്പിച്ചത്?
അവരെ മിക്സ്ഡ് സ്കൂളുകളിൽ തന്നെയല്ലേ പോയി പഠിച്ചത്? അല്ലെ? അവിടെ ആണും പെണ്ണും ഉണ്ടായിരുന്നില്ലേ? ഇവിടെ ഇദ്ദേഹം നോളജ് സിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവർക്ക് മർക്കസിന്റെ സ്കൂളുകൾ എമ്പാടുമുണ്ട്. അവിടെയൊക്കെ സ്ത്രീ അധ്യാപകരില്ലേ? അവിടെ ആൺകുട്ടികളില്ലേ? അതുപോലെ അധ്യാപകന്മാരില്ലേ? അവിടെ പെൺകുട്ടികളില്ലേ? അപ്പൊ ഒരു പൊതുസമൂഹത്തിൽ ഒരു കാര്യം പറയുമ്പോ അത് ആദ്യം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കാണിച്ചു കൊടുക്കണം. ഇവരുടെ ഉറൂസില്ലേ? അതുപോലെ ഇവരുടെ നോളജ് സിറ്റിയിലേക്ക് സ്ത്രീകൾക്ക് പ്രവേശനമില്ലാന്ന് എഴുതി വെക്കട്ടെ, നമുക്ക് പറയാം. അപ്പൊ ഇവരുടെ കാര്യങ്ങൾ വരുമ്പോഴെല്ലാം ഇവർക്കെല്ലാം ചക്കരയാണ്. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, AP പറഞ്ഞതില് ഒരുപാട് വസ്തുതകൾ ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ ആ വസ്തുതകളെ ഇവരാദ്യം അംഗീകരിക്കാൻ തയ്യാറാകണം. പ്രവാചകൻ ഒരേ ഒരു ഹജ്ജേ ചെയ്തിട്ടുള്ളൂ. ആ ഹജ്ജ് സന്ദർഭത്തിൽ പ്രവാചകൻ പറഞ്ഞത് തറക്തു ഫീക്കും അംറൈൻ, ഞാൻ നിങ്ങൾ 2 കാര്യങ്ങൾ ഉപേക്ഷിച്ചിട്ട് പോകുന്നു. ലം തളില്ലു മാ തമസ്സക്തും ബിഹിമ, ആ 2 എണ്ണത്തിൽ 2ഉം നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങൾ ഒരിക്കലും വഴിപിഴയ്ക്കുകയില്ല. കിതാബില്ല, ഒന്ന് അല്ലാഹുവിന്റെ ഗ്രന്ഥമാണ്, 2 സുന്നത്ത് റസൂലില്ല, 2 പ്രവാചകന്റെ ചര്യയാണ്. ഇത് 2ഉം പ്രവാചകന്റെ പത്നിയായ ആയിഷ ആദ്യം വലിച്ചു ദൂരേക്ക് വലിച്ചെറിഞ്ഞിട്ടുണ്ട്. ഇല്ല എന്ന് ഷാക്കിർ ഒന്ന് പറയട്ടെ. ജമൽ യുദ്ധം, ഒട്ടകപ്പുറത്ത് കയറി യുദ്ധം ചെയ്തിട്ടുണ്ട് പ്രവാചകന്റെ ആയിഷ. ഈ ലോക ചരിത്രത്തിൽ ഇസ്ലാമിക ചർച്ചയില് ഈ എന്താ പറയാ, പിന്നെ ഈ എവിടുന്നൊക്കെ കിട്ടിയ, എവിടുന്നൊക്കെയല്ല മദ്രസയില് നിങ്ങൾ പഠിച്ച മദ്രസയിൽ കിട്ടാത്തത്. നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ കുഴപ്പമാണ്. നിങ്ങൾ പോയി പഠിച്ചിട്ട് വരൂ, അതല്ലേ വേണ്ടേ? ഞാൻ സംസാരിക്കട്ടെ, സംസാരിക്കാൻ വിടൂ പ്ലീസ്, അനുവദിക്കൂ പ്ലീസ് പ്ലീസ്. ഓക്കെ, അതായത് ഈ ഇസ്ലാമിനെ കുറിച്ച് ബാലപാഠം പോലും അറിയാത്ത 3 ആളുകളെ ചുറ്റും ഇരുത്തി നിങ്ങൾ വിവരക്കേട് വിളിച്ചു പറയുമ്പോ, അതായത് വിവരക്കേട് എന്ന് ഞാൻ ഉദ്ദേശിച്ചത്, ഇപ്പൊ ഈ നേരത്തെ ആരിഫ് പറഞ്ഞു ഇല്ലാത്ത ഒരു ഹദീസ് നിസ്കാരത്തിന്റെ മുമ്പിലൂടെ കഴുതയോ ഇല്ലാത്ത ഹദീസോ, ഹദീസിന്റെ നമ്പർ അടക്കല്ലേ ഞാനിവിടെ പറഞ്ഞത്. നിങ്ങൾ ഇല്ലാത്ത ഹദീസ് പറയും, അത് നുണയാണ്. അത് നിങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറയൂ. നിങ്ങൾ കണ്ടിട്ടില്ലാത്തത് ഇല്ല എന്നല്ല പറയേണ്ടത്, നിങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറയൂ. ഞാൻ അതിന്റെ ഹദീസ് നമ്പർ അടക്കാണ് പറഞ്ഞത്. സഹീഹ് ബുഖാരി 511. നിങ്ങൾ പുസ്തകം എടുക്കൂ, നിങ്ങൾ മൊബൈലിലില്ലേ? നിങ്ങൾക്ക് ഞാൻ ഇസ്ലാമിലെ വലിയ പാണ്ഡിത്യമുള്ള ആളാണ്. അങ്ങനെ പറ, അത് കറക്റ്റ്, അത് കറക്റ്റ്, അത് ശരി. ഒരു മിനിറ്റ്. പക്ഷേ നിങ്ങൾ ഈ പറഞ്ഞ കളവുണ്ടല്ലോ, ഈ ഇത് കളവല്ല, അത് കളവാണെന്ന് തെളിയിക്കാൻ ഷാക്കിറിനെ ഞാൻ വെല്ലുവിളിച്ചു. ഷാക്കിർ അത് തെളിയിച്ചാൽ ഞാൻ കലിമ ചൊല്ലുന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, ഇനി കലിമ ചൊല്ലാൻ ഉള്ള സാധ്യത കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു ഹദീസും കൂടി ഞാൻ വായിക്കാം. ഒരു ഹദീസും കൂടി പ്ലീസ്, എനിക്ക് ഒരു ഹദീസും കൂടി വായിച്ചേ പറ്റുള്ളൂ. അടുത്ത ഹദീസ് പ്ലീസ്. ഒരുമിച്ച് പറഞ്ഞോളൂ. ഞാൻ നിങ്ങൾ പറയുന്നത് കേൾക്കാൻ വേണ്ടി മാത്രം ഇരിക്കല്ല. നിങ്ങൾ നേരത്തെ ഈ ജനൻ ടിവിയിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. നിങ്ങൾ സത്യസന്ധനാണെങ്കിൽ നിങ്ങളെ ഞാൻ ഇന്ന് ഇസ്ലാം മതം വിശ്വസിപ്പിക്കും. തീർച്ചയായിട്ടും അങ്ങനെയാണ്. നിങ്ങൾ കളവായിട്ടുള്ള ഹദീസ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇംഗ്ലീഷിലുള്ള ആ ബുഖാരി മുസ്ലിം എന്ന് പറഞ്ഞ അറബിയിലുള്ളതാണ്. അതിന്റെ മുഴുവൻ സത്യസന്ധമായിട്ട്. ശരി, അപ്പൊ അറബി വായിക്കാത്തതാണ് കുഴപ്പം. നമുക്ക് അറബി വായിച്ചോളയാം. അതിന്റെ ഞാനിപ്പോ ഈ ഇസ്ലാമിക പാണ്ഡിത്യം പ്രകടിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കല്ല. എന്നാ പിന്നെ നിങ്ങൾ നുണയാണെന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാ? ഹദീസിന്റെ നമ്പർ ഞാൻ പറഞ്ഞൊന്നുമില്ലേ? നിങ്ങൾ പോയി പരിശോധിക്കേ. നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ കിട്ടില്ലേ? AP ഉസ്താദിനെ വിളിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ പാണക്കാട് തങ്ങളെ വിളി. ഓ തങ്ങളെ, ഇങ്ങനെ ഒരു ഹദീസ് ഉണ്ടോ എന്ന് ചോദിക്കേ, എന്നിട്ട് പറയും. നിങ്ങൾ വെറുതെ ഇരുന്ന് നുണയാണെന്ന് പറഞ്ഞാൽ ഇത് നുണയാവില്ല. വെറുതല്ല, അത് നമുക്ക് അടിസ്ഥാനപരമായ കാര്യം കൃത്യമായി അറിയുന്ന. ഞാൻ ഹദീസിന്റെ നമ്പർ പറഞ്ഞു, ബുഖാരി 511. നിങ്ങൾ പോയി അന്വേഷിക്കൂ. 510. ഇവിടെ ലിങ്ക് ഞാൻ ഇട്ട് തരാം. നിങ്ങൾക്ക് എന്താ തപ്പി നോക്കിയാൽ മൊബൈലില്ലേ കയ്യിൽ? നിങ്ങൾ കയ്യിൽ ഇടയ്ക്കിടയ്ക്ക് മൊബൈൽ എടുക്കണ്ടല്ലോ. നിങ്ങൾ എടുക്കൂ. അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല. നിങ്ങൾ അതാ പറഞ്ഞേ, റെക്കോർഡൊക്കെ അവിടെ തന്നെ ഉണ്ട്. നിങ്ങൾ ഗൂഗിൾ എടുത്തിട്ട് ഹദീസ് വുമൻ ഡോഗ് ഡോങ്കി എന്ന് മാത്രം സെർച്ച് ചെയ്യാം. ഓക്കെ, ഹദീസ് വുമൻ ഡോഗ് ഡോങ്കി എന്ന് സെർച്ച് ചെയ്യുമ്പോൾ sunna.com സൗദി അറേബ്യ ഗവൺമെന്റ് അവിടെ ഇറക്കുന്ന അവരുടെ ആ കേന്ദ്രീകൃത സംവിധാനമാണ് ഹദീസ് ഗ്രന്ഥങ്ങളുടെ. അതെടുക്കുക. അതിനകത്ത് നമ്പർ അടക്കാണ് ഞാൻ പറഞ്ഞത്. ബുഖാരി 511. അതിനകത്ത് വായിക്കാം. ഇനി അറബി എന്താണെന്ന് കൃത്യമായി ഞാൻ നിങ്ങൾക്ക് അതെ ഇപ്പൊ തന്നെ പറഞ്ഞോ. ഒരു മിനിറ്റ് ഷാക്കിർ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ. ഷാക്കിർ പഠിച്ച ഹദീസ് ഏതാ? അത് പറയൂ. അതിലെന്താ പറഞ്ഞിരിക്കുന്നത്? ഇപ്പൊ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു,
ഞാൻ ഇസ്ലാമിനെ കുറിച്ച് പാണ്ഡിത്യം പിന്നെ എന്നാൽ ഇതൊക്കെ അടിസ്ഥാനപരമായി അറിയേണ്ടതല്ലേ ഷാക്കിറെ? ഇല്ല എന്ന് ഇതില് പറയുന്നത്. പാണ്ഡിത്യം വേണ്ടല്ലോ, വലിയ അവഗാഹം വേണ്ടല്ലോ. നിങ്ങൾ ഞാൻ മദ്രസ പഠിച്ച എന്നെ കൂടി ഇവിടെ പറയാൻ കഴിയാതെ അതെങ്ങനെ? ഞാൻ മദ്രസ ഷാക്കിർ അറിയാൻ വേണ്ടിയിട്ട് ഒരു ഹദീസും കൂടി. മനസ്സിലായോ? ഷാക്കിർ ആദ്യം പറഞ്ഞു ഇസ്ലാമിനെ കുറിച്ച് ബാലപാഠം പോലും അറിയാത്ത 3 പേരാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അതിനെ കുറിച്ച് നല്ല പാണ്ഡിത്യം ഷാക്കിറിന് ഉണ്ടാവണ്ടേ? ഇപ്പൊ ഷാക്കിർ പറയുന്നു ഷാക്കിറിന് ഇസ്ലാമിക പാണ്ഡിത്യമില്ല. ഏതെങ്കിലും ഒന്ന് പറയും. അല്ല, അടിസ്ഥാനപരമായി എന്താ അറിയുന്നത് ഷാക്കിറിന്, അത് പറയൂ ഷാക്കിർ. അനിൽ നമ്പ്യാർ ഒരു കാര്യം, അനിൽ നമ്പ്യാർ ഞാൻ ആ ഹദീസ് SMS മീൻസ് വാട്സപ്പിൽ അയച്ചിട്ടുണ്ട്. അതൊന്ന് ഡിസ്പ്ലേ ചെയ്താൽ നല്ലത്. ആ ലിങ്ക് ഞാൻ അയച്ചിട്ടുണ്ട്. ഒരു ഹദീസും കൂടി ഞാനൊന്ന് വായിക്കുകയാണ്. അടുത്ത ഹദീസ് എന്ന് പറയുന്നത് ഇതാണ്. അതായത് ഒരു സ്ത്രീ ഒരു സ്ഥലം ഭരിച്ചാൽ, ഒരു ഭരണാധികാരിയായിട്ട് ഒരു സ്ത്രീ വന്നാൽ ആ നാട് ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് ഒരു ഹദീസാണ്. വായിച്ചു കളയാം. ഡ്യൂറിംഗ് ദ ബാറ്റിൽ ഓഫ് Al-Jamal, Allah benefited me with a word. When the Prophet heard the news that the people of the Persia had made the daughter of Khosrau their queen, he said, never will succeed such a nation as makes a woman their ruler. ഏതൊരു നാട് അവരുടെ ഭരണാധികാരിയായ ഒരു സ്ത്രീയെ അപ്പോയിന്റ് ചെയ്യുന്നോ ആ നാട് കൊണം പിടിക്കില്ല. സഹീഹ് ബുഖാരി 7099. ഷാക്കിറിന് ആ മൊബൈലിൽ അടിച്ചു നോക്കിയാൽ കിട്ടും. എന്നിട്ട് നിങ്ങൾ പറയും ഇത് ഗൂഗിൾ അല്ല, നിങ്ങൾ ഈ ആരെ പറ്റിക്കുന്നത്? ഇത് വല്ല മദ്രസ പിള്ളേരെ പറയും ഗൂഗിളിൽ തപ്പിയാൽ കിട്ടും. ഗൂഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെർച്ച് എഞ്ചിനാണ്. അതെങ്കിലും മനസ്സിലാക്കുക. എന്റെ പൊന്ന് മദ്രസ ഷാക്കിറെ, അതെങ്കിലും മനസ്സിലാക്ക്. ഓക്കെ, ഗൂഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും എഴുതി വെക്കുന്ന സാധനമൊന്നുമല്ല. അതൊരു സെർച്ച് എഞ്ചിനാണ്. ഈ ഇന്റർനെറ്റില് ഏതെങ്കിലും പുസ്തകത്തിൽ ആ സാധനം ഉണ്ടെങ്കിൽ അത് തപ്പിക്കൊണ്ട് പിടിച്ചു വരുന്ന ഒരു എഞ്ചിൻ മാത്രമാണ് ഈ പറയുന്ന ഗൂഗിൾ. ഷാക്കിർ ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് ഇടപെട്ടോട്ടെ, ഒരു മിനിറ്റ്. അതായത് ഇപ്പോൾ ഇവർ പറഞ്ഞൊക്കെ അടിസ്ഥാനരഹിതമാണെന്ന്, അങ്ങനെ ഹദീസ് പറഞ്ഞില്ല എന്ന് പറയുന്നത്. ഷാക്കിർ പഠിച്ച ഹദീസിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് സ്ത്രീകളെ കുറിച്ച്? അത് മാത്രം ഒന്ന് അറിയിച്ചാൽ മതി. അതിന് വലിയ പാണ്ഡിത്യം ആവശ്യമില്ലല്ലോ. അടിസ്ഥാനപരമായി എന്താ പറഞ്ഞിരിക്കുന്നത്? സ്ത്രീകളോടുള്ള സമീപനം എന്താണ്? ഇപ്പൊ 2 കാര്യങ്ങൾ. ഇപ്പൊ ഈ വിഷയത്തെ സംബന്ധിച്ച് ഷാക്കിറിന്റെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കാം. നിങ്ങള് സത്യത്തിൽ 3 പേരും കൂടി വല്ലാണ്ട് വേർക്കുന്നുണ്ട്. നമ്മളതിനെ വേർക്കണം. നിങ്ങൾക്കാണ് വേർക്കണത്. ഞങ്ങൾ പറയുന്ന ഒതന്റിക്കായിട്ടുള്ള ഹദീസ് അല്ല എന്ന് സ്ഥാപിക്കൽ നിങ്ങളുടെ വലിയ വിഷമായി മാറിയിരിക്കുകയാണ്. ഈ ജനം ടിവിയിൽ മാത്രമല്ല, നിങ്ങൾ പൊതുവെ ഒന്നുകിൽ നിങ്ങളുടെ ധാരണ പിശക്, അല്ലെങ്കിൽ നിങ്ങളുടെ ശത്രുതാ മനോഭാവം, അല്ലെങ്കിൽ നിങ്ങളുടെ വിവരക്കേട്, ഈ 3-1 കൊണ്ട് നിങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് വ്യാപകമായി കളവ് പ്രചരിപ്പിക്കുകയാണ്. ഞാൻ തീരുമാനിച്ചോളാം. ഇപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ ചർച്ചയ്ക്കെടുത്ത വിഷയം എന്താണ്? കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുമായി ബന്ധപ്പെട്ട ഒരു പരാമർശമാണ്. ആ പരാമർശത്തെ കുറിച്ച് ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ ശ്രീ അനിൽ നമ്പ്യാർ ചോദിച്ചു, ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു. ജനാധിപത്യ രാജ്യത്ത് അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യം ഉണ്ട് നിങ്ങൾ പറഞ്ഞല്ലോ. എനിക്കും പറയാം. ഞാൻ പറഞ്ഞു അത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, അദ്ദേഹം ഒരു ഇസ്ലാമിക പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള വിശ്വാസപരമായ കാര്യങ്ങൾ അദ്ദേഹം മനസ്സിലാക്കിയത് അദ്ദേഹത്തിന്റെ അനുയായികളോട് പറഞ്ഞത്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ അസ്വസ്ഥത കാണിക്കുന്നത്? നിങ്ങൾ ഇഷ്ടം പോലെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ജീവിച്ചോ. അതിന് നിങ്ങൾ അദ്ദേഹത്തിന്റെ മേലിട്ട് കുതിര കയറാൻ നിൽക്കണോ? അതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അത് ഇസ്ലാം ആണോ പറഞ്ഞത്? അതെ, അത് ഇസ്ലാം ആണോ എന്നാണ് ചോദ്യം. ഇത് ഇസ്ലാം ആണോ എന്നാ ഞങ്ങൾ ചോദിക്കുന്നത്. അയാൾ പറഞ്ഞ അഭിപ്രായം ഇവിടെ ഈ വിഷയത്തെ കുറിച്ച് ഈ വിഷയത്തെ ഞങ്ങൾ എതിർക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഇത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ വീട്ടിനകത്ത് പറഞ്ഞതല്ല. വീട്ടിനകത്ത് അദ്ദേഹത്തിന്റെ പറഞ്ഞതല്ല. അദ്ദേഹം എവിടെ പറഞ്ഞാൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യമുണ്ട്. ഒരു ജനാധിപത്യ സമൂഹത്തിൽ മതേതര വിരുദ്ധമായിട്ടുള്ള ആശയങ്ങൾ പറയുമ്പോൾ ഒരു കാര്യം ജീവിക്കുന്നത് നിങ്ങൾ ഇഷ്ടത്തിലല്ലേ? ഇസ്ലാം അനുസരിച്ചാണോ? അത് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ ജീവിച്ചോ? ഞാൻ എന്റെ കാര്യം ചോദിക്കട്ടെ. നിങ്ങളിഷ്ടം, നിങ്ങൾ എങ്ങനെ വിശ്വാസികളോടാ പറഞ്ഞത്? നോക്ക്, മുസ്ലിം ലീഗിന്റെ പണി പറയാനും ആഗ്രഹിക്കുന്നില്ല.
ഒരു കാര്യം. ഇസ്ലാമിന്റെ മതം പറയും ഞാനാളല്ല. അത് ഒരു മതപുരോഹിതനാണ്. ടീച്ചറെ, അദ്ദേഹത്തിന് മതപരമായിട്ടുള്ള അഭിപ്രായം പറയാനുള്ള റൈറ്റ്സ് ഉണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ. അതുപോലെ ഇത്തരം പിന്തിരിപ്പൻ ജനാധിപത്യ വിരുദ്ധമായ ആശയങ്ങളെ എതിർക്കാൻ ഞങ്ങൾക്കും റൈറ്റ്സ് ഉണ്ട്. മുസ്ലിങ്ങളോട് മാത്രമാണ് പറഞ്ഞത് പാകിസ്ഥാനി. ഇതൊരു ജനാധിപത്യ സമൂഹമാണ് ഷാക്കിറെ. അല്ലെന്നേ ജാമിദ, നിങ്ങൾ എതിർക്കണേനും എനിക്ക് വിരോധമില്ല. അദ്ദേഹം പറഞ്ഞ അഭിപ്രായത്തോട് തർക്കം ഉണ്ടാക്കാനും നമ്മളില്ല. പിന്നെ നിങ്ങൾ ഈ ഒരു വിഷയം മാത്രമല്ലല്ലോ, നിങ്ങൾ ഇസ്ലാമിനെതിരെ വരുന്ന എല്ലാ വിഷയമുണ്ട്. ഷാക്കിറെ ഞാൻ പറഞ്ഞു തരാം, അവിടെ നിൽക്ക്. 1990-കളില് പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം പോലും ഹറാമാണ് എന്ന് പറഞ്ഞിരുന്ന ഇതേ കാന്തപുരം AP ഇപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊണ്ട് മത്സരിക്കുന്നില്ലേ? ഇല്ലേ? 1972 ഞാൻ പറഞ്ഞു 1972 നിക്ക് ഷാക്കിറെ, 1972 മലപ്പുറത്ത് നിന്ന് സുലൈഖ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി പഠിക്കാൻ പോയി സ്കൂളില്. ആ പെൺകുട്ടിയെ രവി എന്ന് പറയുന്ന ഒരു പയ്യൻ പ്രേമിച്ചു. എന്നിട്ട് ആ പയ്യനും ഈ പെണ്ണും തമ്മിൽ എന്തോ ഡിങ്കോഡാൽഫി ഉണ്ടായി. ഈ രവിയുടെ കൈകൾ കൊണ്ട് സുലൈഖ മരിച്ചു. ആ സമയത്ത് AP കാന്തപുരം വിഭാഗം പറഞ്ഞ ഫത്വ എന്താണെന്ന് അറിയാമോ? പെണ്ണിനെ സ്കൂളിൽ വിദ്യാഭ്യാസത്തിന് വിട്ടതിന്റെ പ്രശ്നമാണ് ഇത് എന്നാ പറഞ്ഞത്. ഒരു പെൺകുട്ടി സ്റ്റേജിൽ കയറി മാഷിദ PV ഷാക്കിർ മറന്നിട്ടില്ലല്ലോ. അതിനെ എതിർത്തവർ. ഒരു പെൺകുട്ടി സ്കൂട്ടർ ഓടിച്ചു, കൈകാലുകൾ തല്ലി ഓടിച്ചു ആ പെൺകുട്ടിയുടെ മലപ്പുറത്തിന്റെ മണ്ണില്, മറന്നിട്ടില്ലല്ലോ. ഒരു പെണ്ണ് ഫ്ലൈറ്റ് ഓടിച്ചു, അതിനെയും എതിർത്തു. അവർ ഇന്ന് ഇതേ പിന്തിരിപ്പനാശയം 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് മുസ്ലിം സമുദായത്തെ കൊണ്ടുപോയി കെട്ടുമ്പോൾ ഞങ്ങളൊക്കെ നിശബ്ദരായി മിണ്ടാതിരിക്കണമെന്നോ? അങ്ങനെയാണെങ്കിൽ AP ആദ്യം സ്വന്തം ജീവിതത്തിൽ കൊണ്ടുവരണം. അദ്ദേഹത്തിന്റെ മർക്കസ് നോളജ് സിറ്റിയിൽ സ്ത്രീകൾക്ക് പ്രവേശനമില്ല എന്ന് പറ. അതുപോലെ മടവൂരിന് വേണ്ടിയിട്ട് ഒരു ഉറൂസ് നടത്തുന്നത് മത്സരിച്ചാണ് നടത്തുന്നത് ഷാക്കിറെ. അവിടെ 75% വരുന്ന സ്ത്രീകളാണ്. അതിന്റെ വരുമാനം ഇവർക്ക് കിട്ടുന്നുണ്ട്. ഷാക്കിർ, ഈ ചർച്ചയുടെ തുടക്കത്തിൽ RV ബാബു പറഞ്ഞത് മുസ്ലിം ലീഗിന്റെ സമീപനം ഏറെക്കുറെ ഇങ്ങനെയൊക്കെയാണ്. പാർട്ടിയില് സ്ത്രീകൾക്ക് കൊടുത്തിരിക്കുന്ന പ്രാധാന്യം എന്താണ് എന്ന് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിലെങ്കിലുള്ള അഭിപ്രായം പറയാമോ ഷാക്കിറിന്റെ? നിങ്ങൾ മതപരമായ വിഷയത്തിൽ അഭിപ്രായം പറയാൻ ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി അതിന്റെ പണ്ഡിതന്മാർക്ക് ഇപ്പം മുസ്ലിം ലീഗ് തന്നെ നിങ്ങൾ ഈ പറയുന്ന പണ്ഡിതനാരോ ഒരു പേര് പറയൂ? ഒരു മിനിറ്റ്, ഏതാണ് ഈ പണ്ഡിതൻ? ഒരു കാര്യം, ഇപ്പൊ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, നിങ്ങൾ മുസ്ലിം ലീഗിന്റെ പണ്ഡിതൻ എന്ന് പറയണ്ടല്ലേ? ആരാണത്? ഞാനൊന്ന് സമ്മതിക്ക്, എന്താണ് ഇങ്ങനെ അല്ല അറിയാൻ വേണ്ടിട്ട് ഒന്ന് കടന്നാക്രമിക്കാതെ പ്ലീസ്. ഞങ്ങളൊക്കെ സ്ഥിരതയുള്ള അഭിപ്രായത്തിന്റെ ആൾക്കാരാണ്. നിങ്ങൾക്ക് സ്ഥിരതയുള്ള അഭിപ്രായമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരേ അഭിപ്രായത്തിൽ നിൽക്കും. അത് ഞങ്ങൾ ബോധ്യമാണ്, വിശ്വാസമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്നത് കേരളത്തിലെ ഇസ്ലാം മത വിശ്വാസികളുടെ ഒരു സംഘടനയുടെ നേതാവാണ്. അറിയാലോ. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തോട് വിയോജിപ്പുള്ള ഒരുപാട് മുജാഹിദ് വിഭാഗമുണ്ട്, ജമാഅത്തെ ഇസ്ലാമി ഉണ്ട്, മറ്റു പല സംഘടനകളുമുണ്ട്. ഇദ്ദേഹം പറഞ്ഞ അഭിപ്രായവുമായി ബന്ധപ്പെട്ട് എന്നെ ഈ ചർച്ചയ്ക്ക് വിളിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മതവിധി പറയാനാണ് എന്നെ വിളിച്ചത്. ഞാൻ വരില്ലായിരുന്നു. ഞാൻ മതവിധി പറയാൻ ആളല്ല. നേരെ മറിച്ച് ഈ വിഷയത്തിൽ പൊതുവായ നമ്മുടെ കാഴ്ചപ്പാട് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞത് അദ്ദേഹം മനസ്സിലാക്കിയ മതമനുസരിച്ച് അദ്ദേഹത്തിന്റെ മുമ്പിൽ ഇരിക്കുന്ന അനുയായികളോട് പറഞ്ഞതാണ്. നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെ വിശ്വസിച്ചാൽ മതി, സൗകര്യം ഉണ്ട് അംഗീകരിച്ചാൽ മതി. ജാമിദയോടോ നുസ്രത്തിനോടോ ഈ ആരിഫിനോടോ ആരെങ്കിലും അത് അംഗീകരിക്കാൻ പറഞ്ഞിട്ടില്ല. നിങ്ങളെ വീട്ടിലുള്ള സ്ത്രീകളോടോ മറ്റുള്ള എങ്ങനെ ജീവിച്ചോട്ടെ, നിങ്ങൾക്ക് വിമർശിക്കാനുള്ള അവകാശം ഉള്ളതുപോലെ അദ്ദേഹത്തിന് പറയാനുള്ള അവകാശമുണ്ട്. അത് നിങ്ങൾ വകവെച്ച് കൊടുക്കണം. ഒരു ജനാധിപത്യ സമൂഹത്തില് ഇത്തരം 6-ാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടാത്ത ആശയങ്ങൾ പറയുമ്പോൾ കൃത്യമായ രൂപത്തിൽ ഞങ്ങൾ എതിർക്കും. ഇപ്പൊ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് നിലപാടുകൾ കൃത്യമാണ്. ഷാക്കിറെ, നിലപാടില്ലാതെ കളിക്കുന്നത് ആരാണെന്ന് അറിയാമോ? ഷാക്കിറ. കാന്തപുരം പറഞ്ഞും പോയി. അത് തെറ്റാണെന്നും പറയാൻ പറ്റില്ല, ശരിയാണെന്നും പറയാൻ പറ്റില്ല, അംഗീകരിക്കാനും പറ്റില്ല, അംഗീകരിക്കാതിരിക്കാനും പറ്റില്ല. ഷാക്കിറിന്റെ കുടുംബത്തിൽ പോലും ഈ ഒരു ആശയം നടപ്പിലാക്കാൻ പറ്റില്ല ഷാക്കിറെ. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, എനിക്കൊരു 2 മിനിറ്റ്സ് തരൂ. നിങ്ങൾക്ക് വാക്ക് സാമർത്ഥ്യം ഉണ്ടെന്ന് കരുതിയിട്ട് അത് സാമർത്ഥ്യമല്ല ഷാക്കിറെ. ഇവിടുത്തെ വിഷയം എന്താണെന്ന് അറിയാമോ? ഇവിടെ ഇതുവരെ ഷാക്കിർ ഇതുവരെ ഈ വിഷയത്തെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞിട്ടില്ല. കാന്തപുരം പറഞ്ഞത് ഷാക്കിറെ, കാന്തപുരം പറഞ്ഞ അഭിപ്രായം മതപരമാണോ അല്ലേ? അതാണ് പറയേണ്ടത്. നിങ്ങൾ എപ്പോഴും പറയുന്നു അദ്ദേഹം മനസ്സിലാക്കിയത്. അത് വിട്. ഇത് അദ്ദേഹം പറഞ്ഞതിനോട് നിങ്ങൾ അനുകൂലിക്കുന്നുണ്ടോ പ്രതികൂലിക്കുന്നുണ്ടോ? അത് പറയാനാണല്ലോ നിങ്ങളിവിടെ വന്നിരിക്കുന്നത്. അല്ല, അത് മാത്രമല്ല, യൂത്ത് ലീഗിന്റെ ദേശീയ സെക്രട്ടറി ആയ ഷാക്കിർ അദ്ദേഹത്തിന്റെ വാക്കുകളെ എങ്ങനെയാണ് എടുക്കുന്നത്? ഞാൻ ആദ്യം ചോദിച്ചു,
അതെങ്ങനെയാണ്? അത് അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് ശരി. പക്ഷേ അല്ല, നോക്കൂ ഞാൻ പറയാം, മറുപടി തരാം. കറക്റ്റ്. അതിനെന്റെ മറുപടി ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ അതേ സംഗതി ആവർത്തിക്കുകയാണ്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ എന്ന ഒരു ഇസ്ലാമിക പണ്ഡിതൻ അദ്ദേഹം മനസ്സിലാക്കിയ മതം അനുസരിച്ച് മതവീതി അദ്ദേഹത്തിന്റെ അനുയായികളോട് പറഞ്ഞു. അത് നിങ്ങൾക്ക് ജനാധിപത്യ രാജ്യത്ത് അതിന് സ്വാതന്ത്ര്യമില്ലേ? നിങ്ങൾക്ക് അഭിപ്രായമില്ലേ? ഈ ജാമിതയോടോ യൂത്ത് ലീഗിന്റെ ദേശീയ സെക്രട്ടറിക്ക് അഭിപ്രായമില്ലേ? അല്ല, ഞാൻ എന്റെ ഈ പ്രസ്താവന നടത്തിയിട്ട് അദ്ദേഹം എന്താ പറഞ്ഞത്? സമസ്തയുടെ മക്കളെ, നിങ്ങളോട് മാത്രമാണ് ഞാനിത് പറഞ്ഞത് കേട്ടോ, നിങ്ങൾ വേണമെങ്കിൽ എടുത്താൽ മതി, അല്ലെങ്കിൽ തള്ളിക്കോന്നാണോ പറഞ്ഞത്? ആണോ? ഒരു മിനിറ്റ്. അദ്ദേഹം ഇന്നലെ MV ഗോവിന്ദൻ ഇതിനെ പരിഹസിച്ചുകൊണ്ട് ഒരു പ്രസ്താവന നടത്തി. സാധാരണ കാന്തപുരം AP അബൂബക്കർ ഒരു മിനിറ്റ് ഒന്ന് പറയട്ടെ. എന്നിട്ട് MV ഗോവിന്ദൻ ഇതിന് മറുപടി പറഞ്ഞപ്പോ സാധാരണ ഇപ്പൊ പ്രത്യേകിച്ച് പ്രായമായ കാന്തപുരം AP അബൂബക്കർ ഗോവിന്ദൻ ഇന്നലെ ഒന്ന് പറഞ്ഞു, അയാൾ നാളെ മാറ്റി പറയും, തിരുത്തി പറയും. ഇന്നലെ വൈകുന്നേരം തന്നെ കാന്തപുരം ഒരു മിനിറ്റ് അദ്ദേഹം പറഞ്ഞു. MV ഗോവിന്ദൻ മറുപടിയായി കാന്തപുരം പറഞ്ഞ എന്താന്ന് വെച്ചാൽ, ഞാൻ എന്റെ മുമ്പിലിരിക്കുന്ന ഇസ്ലാം മത വിശ്വാസികളായിട്ടുള്ള ആളുകളോട് പറഞ്ഞതാണ്. നിങ്ങൾ എന്തിനാ അതന്നെ എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ എന്തിനാ അസ്വസ്ഥത കാണിക്കുന്നത്? ലീഗിന് നിലപാടില്ല. എനിക്കൊരു 2 മിനിറ്റ്സ്. മുസ്ലിം പണ്ഡിതനാണെന്ന് പറഞ്ഞിട്ട് കാന്തപുരത്തിന് തോന്നുന്ന ശരിതെറ്റുകളൊന്നും ഇവിടെ പറയാൻ പറ്റില്ല. ഒരു സെക്കൻഡ്, എനിക്കൊരു 2 മിനിറ്റ്സ്. ജനാധിപത്യ രാജ്യത്ത് മതവീതി പുറപ്പെടുവിക്കുമ്പോൾ പാകിസ്ഥാനാണെന്നോ? ഒരു 2 മിനിറ്റ്സ്. ഇതാണ് പ്രശ്നം. ഒരു 2 മിനിറ്റ്സ് സർ, ഞാൻ പറയാം. ഷാക്കിറിനുള്ള മറുപടി ഞാൻ പറഞ്ഞുതരാം. ഷാക്കിർ പറയുന്നതിലെ കുഴപ്പം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആരിഫ് ഹുസൈൻ, 2 കാര്യമാണ്. അതായത് കേൾക്കാമല്ലോ. അതായത് AP അബൂബക്കർ മുസ്ലിയാർ തന്റെ മുന്നിലിരിക്കുന്ന വിശ്വാസികളോട് എന്തോ പറഞ്ഞു. അത് മതവിധിയാണ്, അത് ശരിയാണെന്നൊന്നും ഇവിടെ ഇദ്ദേഹം സമ്മതിക്കുന്നില്ല. നമ്മളിപ്പോ തൽക്കാലം അതവിടെ മാറ്റിവെക്കുക. നമ്മൾ പറയുന്നത് എന്താണ്? ഇവിടെ ഏത് പണ്ഡിതരെ കൊണ്ടുവന്നു കഴിഞ്ഞാലും ഇവിടെ 2 അഭിപ്രായം ഉണ്ടാവും. അതാണ് ഇവിടെ തോന്നുന്നത്. ഇപ്പൊ ഇവര് പൊക്കിക്കൊണ്ട് നടക്കുന്ന പാണക്കാടിനെ വിളിച്ചുകൊണ്ട് വന്നാൽ പോലും അതിനകത്ത് 2 അഭിപ്രായം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തൽക്കാലം അത് മാറ്റിവെക്കുന്നു. പക്ഷെ ഇവിടെ ഇദ്ദേഹം പറയുന്നത്, അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ കുഴപ്പം എന്നാണ് ഒരു ചോദ്യം ചോദിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം ചോദിക്കുന്നത്, ഇവിടെ ഈ സംഗതി പറഞ്ഞു വെച്ച് ഇതുപോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ അത് തിരുത്താൻ വേണ്ടിയിട്ട് വരുന്ന ആളുകൾ അതിൽ എന്തിനാണ് അങ്ങനെ ഒരു അഭിപ്രായം പറയുന്നതെന്നും കൂടി അവിടെ ചോദിച്ചു വെക്കാണ്. അപ്പൊ ഞാൻ ഇതിൽ പറയുന്നൊരു കാര്യം, ഈ ഒരു രീതിയിൽ ഇപ്പൊ സംഘപരിവാറിന്റെ ആളുകൾ എന്തെങ്കിലും പറയുമ്പോൾ എന്തിനാണ് ഇവർ അതിനകത്ത് ഇടപെടുന്നത്? ഇപ്പൊ പോത്തിറച്ചി തിന്നരുത്, അതല്ലെങ്കിൽ അത് തിന്നുന്ന ആളുകളൊക്കെ നമുക്ക് പോയിട്ട് തല്ലിക്കൊല്ലണം എന്ന് ഒരു ഹിന്ദു ഗ്രൂപ്പ് പറഞ്ഞു എന്ന് വിചാരിക്കുക. എന്തിനാണ് ഇവർ എതിർക്കുന്നത്? അത് അവരുടെ ആ ഹിന്ദു നേതാവ് ഏതോ ഒരു ഹിന്ദുക്കളോട് പറഞ്ഞ കാര്യമല്ലേ? എന്തിനാണ് ഇവർക്ക് അതിനകത്ത് കുരുപൊട്ടേണ്ട കാര്യം എന്താ ഉള്ളത്? അപ്പോ നിങ്ങൾക്ക് അതിനകത്തൊരു പ്രശ്നം തോന്നുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ അതിൽ വിശ്വാസി അല്ലെങ്കിൽ കൂടി നിങ്ങൾ അതിനകത്ത് ഇടപെടുന്നു. കാരണം നിങ്ങളെയും അത് ബാധിക്കും, അത് സമൂഹത്തിന് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് എന്ന് ചിന്തിച്ചിട്ട് നിങ്ങൾ അതിനെ എതിർക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്നു. ഇതാണ് നമ്മളവിടെ കാണുന്നത്. അപ്പൊ നമ്മളിവിടെ പറയുന്നു, അതേപോലെ ഇവിടെ AP ഉസ്താദ് ആരോടോ പറഞ്ഞതാണെങ്കിൽ പോലും അത് സമൂഹത്തിൽ ഒരു വലിയ ഒരു ഡിസ്ക്രിമിനേഷൻ. കാരണം നമ്മളുടെ ആർട്ടിക്കിൾ 14 ഒക്കെ പറയുന്ന ആ ഒരു ഡിസ്ക്രിമിനേഷൻ, ആന്റി ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്ന ഒരു പോളിസി ഉണ്ട്. അവിടെ വിവേചനം പാടില്ല, ലിംഗവിവേചനം പാടില്ല എന്ന് പറയുന്നിടത്ത് അതിന് ഘടകവിരുദ്ധമാണ് ഇസ്ലാമിന്റെ പേരിൽ അവിടെ പഠിപ്പിക്കുന്നത്. അത് മദ്രസയെ പഠിപ്പിച്ചാലും ശരി, സിലബസിലുണ്ടെങ്കിലും ശരി, ഉസ്താദുമാർ ഇതേപോലെ വിടുവായുത്തരം പറഞ്ഞാലായാലും ശരി, അതിനെ നമ്മൾ എതിർത്തിരിക്കും. അതിനെ എതിർക്കാനുള്ള വഴി മാത്രമാണ് ഈ പറയുന്ന ജനാധിപത്യ രീതി എന്ന് പറയുന്നത്. ഇത് ആന്റി കോൺസ്റ്റിറ്റ്യൂഷണൽ ആയതുകൊണ്ടാണ് നമ്മൾ അതിനെ എതിർക്കുന്നത്. അതാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, ഇതേ ഇവിടെ പറഞ്ഞു മുസ്ലിം ലീഗ് മതവിധി ഒന്നും പറയാറില്ല, പച്ചക്കള്ളാണ് ഈ പറഞ്ഞത്. മുസ്ലിം ലീഗ് പല തവണയും ഈ മതവിധി പറഞ്ഞിട്ടുണ്ട്. ഷാജി എന്താ ഇവിടെ പറഞ്ഞത്? മതമാണ് വലുത്, ഞങ്ങൾക്ക് വലുത് മതം തന്നെയാണ്. നിങ്ങൾ മുസ്ലിം ലീഗ് വിട്ടുപോയാൽ ദീനിൽ നിന്നുമാണ് പുറത്തേക്ക് പോകുന്നത് എന്ന് പ്രസംഗിച്ചത് ആരാ? മുസ്ലിം ലീഗിന്റെ നേതാവല്ലേ? ഇയാൾക്ക് തള്ളി പറയാൻ പറ്റുമോ? ഷാക്കിറിനോടാണ് ചോദ്യം. സ്പീക്കർ മാറ്റി വെച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തൽക്കാലം രക്ഷപ്പെടുമെന്ന് വിചാരിച്ചാൽ മതി. ഇനി രണ്ടാമത്തെ കാര്യം, ഇവിടെ ഒരു സെക്കൻഡ് ടീച്ചർ.
യെസ്, ഒരു സെക്കൻഡ്. രണ്ടാമത്തെ കാര്യം, ഇവിടെ മുഖ്യമന്ത്രിയുടെ മകളും ആ റിയാസും തമ്മിലുള്ള കല്യാണം നടന്നപ്പോ അതിന് വ്യഭിചാരം എന്നാണ് വിളിച്ചത്, വ്യഭിചാരി എന്നുമാണ് വിളിച്ചത്. അതിവിടെ വലിയ വിവാദമായപ്പോ ഈ മുസ്ലിം ലീഗിന്റെ നേതാവ് തന്നെയല്ലേ വന്നു നിന്നിട്ട് പറഞ്ഞത് അത് വ്യഭിചാരമാണ് എന്നുള്ളത് വിവാദമായപ്പോ ഞാൻ മതവിധിയാണ് പറഞ്ഞത്, അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം തോന്നിയിട്ട് തൽക്കാലം നിങ്ങൾ മാറി നിന്നോളൂ എന്ന് പറഞ്ഞത് ആരാണ്? ഈ മുസ്ലിം ലീഗിന്റെ നേതാവാണ്. അയാളെ തള്ളി പറയാൻ ഈ പറയുന്ന ഈ ഷാക്കിറിന് ധൈര്യമുണ്ടോ അല്ലെങ്കിൽ തയ്യാറാണോ? ഓക്കെ, ചെയ്യുമായിരിക്കും. അദ്ദേഹം കുറച്ചുകൂടി പുരോഗമനപരമായിട്ട് സംസാരിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. ചില ഹദീസുകളൊക്കെ ഇല്ല എന്നൊക്കെയാണ് പറയുന്നത്. വളരെ നല്ല കാര്യം. പക്ഷെ ഞാൻ പറയുന്നു ഒരു മിനിറ്റ് ടീച്ചർ, ഒന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. ഇവിടെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളും മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇവിടെ മുസ്ലിങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ തരം ഇസ്ലാമിൽ ഒളിപ്പിച്ച് ഇവർ കുറെ കാലങ്ങളായിട്ട് കൊണ്ടു നടക്കുന്ന ഇത്തരം അളിഞ്ഞ കഥകൾ, ഇസ്ലാമിൽ അളിഞ്ഞ കഥകൾ, സ്ത്രീകൾ നേരിടുന്ന യഥാർത്ഥ പ്രശ്നത്തിന്റെ കാരണം ഇസ്ലാം തന്നെയാണ്. അവിടെ താലിബാൻ, ഞാൻ തുടക്കത്തിലേ ചോദിച്ചു, AP അബൂബക്കർ പറഞ്ഞ കാര്യം വലിയ ചർച്ചയാകുന്നു, അത് വലിയ പ്രശ്നമാണെന്ന് സമ്മതിക്കുന്നു, അതിനെക്കുറിച്ച് വലിയ പ്രശ്നം ഇവിടെ ഉണ്ടാക്കുന്നു, ആളുകൾ സംസാരിക്കുന്നു. ഇദ്ദേഹം അത് തള്ളാനോ കൊള്ളാനോ തയ്യാറായിട്ടില്ല. വല്ലാത്തൊരു അവസ്ഥയിലാണ്. മതിരിച്ചിട്ട് തുപ്പാനും വയ്യ, കഴിച്ചിട്ട് ഇറക്കാനും വയ്യ എന്ന് പറഞ്ഞ അവസ്ഥയിൽ നിൽക്കുന്ന ഒരു മുസ്ലിം ലീഗർ. എന്ത് മുസ്ലിം ലീഗാണെന്ന് എനിക്കറിയില്ല, ഏതോ മുസ്ലിമാണ്. പോട്ടെ, അങ്ങനെയാണെങ്കിലും ഞാൻ ചോദിച്ചു, താലിബാൻ ചെയ്യുന്നത് പറഞ്ഞത് തന്നെയല്ലേ ഈ പറയുന്ന AP അബൂബക്കറും പറഞ്ഞത്? അത് തന്നെയല്ലേ ഇവിടെ ചെയ്തു വെച്ചത്? അപ്പൊ ഇദ്ദേഹം പറഞ്ഞു താലിബാൻ താലിബാൻ തീവ്രവാദമാണെന്ന് പറഞ്ഞ് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു എക്സസൈസ് ചെയ്യാം. ഒരു സെക്കൻഡ് ടീച്ചർ, ഒരു സെക്കൻഡ്. ഞാൻ ഇവർക്ക് പറയുന്ന മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ, ഇവിടെ ഷാക്കിർ അടക്കമുള്ള ആൾക്ക് ഞാൻ ഒരു എക്സസൈസ് പറഞ്ഞു. നിങ്ങൾ വീട്ടിൽ പോയിരുന്നിട്ട് ഒരു പേപ്പർ എടുത്തിട്ട് ഒരു കോളം വരയ്ക്കുക. ഒരു വശത്ത് മുഹമ്മദ് നബി ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ എഴുതുക, അപ്പുറത്തെ വശത്ത് താലിബാൻ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ എഴുതുക. നിങ്ങൾ ഞെട്ടും. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും ഒന്നായിരിക്കും. ഒരെണ്ണമെങ്കിലും താലിബാൻ ചെയ്തത് മുഹമ്മദ് നബി ചെയ്യാത്തൊരു കാര്യം നിങ്ങൾ കാണിച്ചു തന്നാൽ, നിങ്ങൾക്ക് അതിന് ത്രാണി ഉണ്ടെങ്കിൽ നിങ്ങൾ കാണിച്ച, നമ്മളൊക്കെ ഓൺ ദ സ്പോട്ട് കലിമ ചെല്ലുന്നതാണ് ഞാൻ പറയുന്നത്. മുഹമ്മദ് നബി 6 വയസ്സിൽ കെട്ടി, താലിബാൻ അവിടെ 6 വയസ്സിൽ കെട്ടുന്നു. മുഹമ്മദ് നബി സ്ത്രീകളെ ഈ പുറയ്ക്കുള്ളിലേക്ക് അടച്ചിരുത്തി, താലിബാൻ ഇപ്പൊ ഏറ്റവും ഒടുവിൽ കണ്ടു, ജനൽ വരെ ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവിടെ അടച്ചു പൂട്ടുന്ന അവസ്ഥയാണ് കണ്ടത്. താലിബാൻ അവിടെ ഈ പറയുന്ന ഹിജാബിന്റെ നിയമം വെച്ചുകൊണ്ട് ആളുകളെ തല്ലിക്കൊല്ലുന്നു. അവിടെ മുഹമ്മദ് നബി ചെയ്തത് ഇത് തന്നെയാണ്. കയ്യിലിരിക്കുന്ന വടികൊണ്ട് അടിമ സ്ത്രീയുടെ മറ്റേ ഹിജാബ് വലിച്ചടിച്ചിട്ടതുണ്ട്. ഇവിടെ അടിമ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് അത് നടത്താത്തത്. പക്ഷേ അടിമകളെ വെക്കുന്ന കാഴ്ച നമ്മൾ ഇവിടെ കണ്ടു. ഐസിസ് എന്താ ചെയ്തത്? നാദിയ മുറാദിന്റെ കഥ നിങ്ങൾക്ക് അറിയോ? ഷാക്കിറിന് അറിയോ? ഇല്ലെങ്കിൽ ഒന്ന് പോയി പഠിക്കണം, നല്ലതാ. ഇനിയിപ്പോ മദ്രസയിൽ കയറ്റില്ല, എന്നാലും നിങ്ങൾക്ക് പഠിക്കാം. എന്താ ചെയ്തത്? അവിടെ പോയിട്ട് നാദിയ മുറാദ് യസീദി ആ ഒരു ഗോത്രം കൊള്ളയടിച്ചിട്ട് അവിടെ ഉള്ള പെണ്ണുങ്ങളെ പിടിച്ച് ലൈംഗിക അടിമയാക്കി. മുഹമ്മദ് നബി അത് തന്നെ ചെയ്തത്. ബനു ഖുറൈള കൂട്ടക്കൊല നിങ്ങൾ എടുത്ത് നോക്കൂ. മുണ്ട് പൊക്കി നോക്കിയിട്ട് രോമ വളർച്ച ഉണ്ടോ നോക്കിയിട്ടാണ് ആളുകളെ തല അരിഞ്ഞ് തള്ളിയത്. ഇതാണ് മുഹമ്മദ് നബി ചെയ്തത്. ഇത് തന്നെയാണ് താലിബാൻ ചെയ്യുന്നത്. ഇത് തന്നെയാണ് ഐസിസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ നിങ്ങളെ വീണ്ടും വെല്ലുവിളിക്കുകയാണ്. താലിബാൻ ചെയ്തതിൽ ഈ പറയുന്ന AP ഉസ്താദ് പറയുന്നതിൽ അനിസ്ലാമികമായ ഒരു കാര്യം ഉണ്ടെങ്കിൽ, മുഹമ്മദ് നബി ചെയ്യാത്തൊരു കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കാണിക്കേ. നമ്മൾ കലിമ ചൊല്ലി നിങ്ങളുടെ മുന്നിൽ മുട്ടിലഴഞ്ഞു വരുമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. മുസ്ലിങ്ങൾ ഈ മതവിമർശകരായിട്ട് ഇസ്ലാം മതത്തിൽ നിന്ന് തന്നെ വന്നിട്ടുള്ള ആളുകൾ ഇവിടെ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇന്ന് ലോകത്തിന് ഈ യാഥാർത്ഥ്യം അറിയാൻ കഴിയുന്നത്. വേണ്ട, തൽക്കാലം മ്യൂട്ട് ചെയ്തിരിക്കട്ടെ. ഞാൻ അവസാനിപ്പിച്ചിട്ട് പറഞ്ഞോട്ടെ. ഈ മുസ്ലിങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇത് ഇവിടെ തിരിച്ചറിയുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവർ ഈ നുണ പറഞ്ഞ ആളുകളെ പറ്റിക്കുന്ന ഈ പരിപാടി ഇനിയും തുടർന്നേനെ. അപ്പൊ അതുകൊണ്ട് ഇതിന് നന്ദി പറയേണ്ടത് ഈ ലോകം, നന്ദി പറയേണ്ടത് ഇവിടെയുള്ള ജനങ്ങളാണ്. ജനങ്ങൾ മനസ്സിലാക്കുക, ഈ തരത്തിൽ മുസ്ലിം ലീഗെന്നും മറ്റ് പല പേരിട്ടിട്ട് ഇവിടെ ഈ ഇസ്ലാമിനെ വെളുപ്പിച്ച് നാട്ടുകാരുടെ മുന്നിൽ ഇതുപോലെ ആളെ പറ്റിച്ചിരുന്ന ഒരു പരിപാടിയാണ് ഇസ്ലാം ഇവിടെ നടത്തിക്കൊണ്ടിരുന്നത്. അതിന് ഇനി അവസരം കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ആദ്യം ചോദിച്ച ചോദ്യമുണ്ട്, ഷാക്കിർ കേട്ടിട്ടില്ലെങ്കിൽ ഒന്ന് അനിൽ നമ്പർ ഒന്ന് സൂചിപ്പിച്ചു കൊടുത്താൽ ഉത്തരം പറഞ്ഞോട്ടെ. നിങ്ങൾ ഈ പറയുന്ന AP ഉസ്താദ് വിശ്വാസികളോടല്ലേ പറഞ്ഞത് എന്ന ന്യായം വെച്ചുകൊണ്ട് തള്ളാനാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഹിന്ദു തീവ്രവാദികൾ അവരുടെ വിശ്വാസികളോട് പറയുന്ന കാര്യം എന്തിനാണ് നിങ്ങൾ എതിർക്കാൻ വേണ്ടി വരുന്നതെന്നാണ് ഞാൻ ആദ്യം ചോദിച്ചത്. വിവാദമാക്കുന്നത്. യെസ്, ഷാക്കിർ ഒരു മിനിറ്റ്. ജാമിദ് ടീച്ചർ സംസാരിച്ചില്ല. ടീച്ചറെ നോക്കൂ, ഇതിപ്പോൾ മുസ്ലിം സ്ത്രീകൾ ഇതൊക്കെ പാടെ അവഗണിക്കുകയാണ്. പക്ഷേ എങ്കിലും നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ പരസ്യ പ്രതികരണത്തിലേക്ക് എന്തുകൊണ്ടാണ് വരാത്തത്? ഇപ്പോഴും അവർക്ക് ഈ കാന്തപുരത്തെ പോലുള്ള പണ്ഡിത പറയുന്നത് അതിനോട് പ്രതികരിക്കാനൊക്കെ ഇപ്പോഴും ഭയമാണല്ലോ. ആ ഉൾഭയം എന്ന് മാറും? അത് ഒരു പരിധി വരെയൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. ഇന്നിപ്പോ ഈ AP അബൂബക്കർ മുസ്ലിയാരുടെ ഈ പ്രസ്താവനയെ തന്നെ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ എതിർത്ത് മുന്നോട്ട് വരുന്നത് സ്ത്രീകളാണ്. കഴിഞ്ഞ ദിവസം 19 വയസ്സുള്ള ഒരു പെൺകുട്ടി പൈലറ്റായി മലപ്പുറത്ത്. ആ പെൺകുട്ടി തീർച്ചയായിട്ടും ഇതിനെ എതിർക്കാതിരിക്കുമോ? നമ്മളിപ്പോ ഷാക്കിർ ചോദിച്ചത് എന്തിനാണ് നിങ്ങൾ എതിർക്കുന്നത് എന്നാ. നമുക്ക് ആധുനിക ജനാധിപത്യ മൂല്യബോധമുള്ളത് കൊണ്ട്, നമ്മൾ ലിംഗനീതി എന്താണ് എന്ന് വർത്തമാനകാല സമൂഹത്തില് മനുഷ്യരെ മുന്നോട്ട് നയിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ അഹോരാത്രം പ്രയത്നിക്കുന്നത് കൊണ്ട് ഇവിടെ സ്ത്രീകൾക്ക് മതശാസനയുടെ പേരില് ആ രൂപത്തിൽ ഒരു വിലക്ക് ഇവരുണ്ടാക്കുകയാണെങ്കിൽ, മതത്തിന്റെ പേരിൽ ഒരു തൊട്ടുകൂടായ്മ സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ, അവരുടെ സ്വാതന്ത്ര്യത്തിന് വിഘാതം സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ
മനുഷ്യരുടെ തുല്യതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന വ്യക്തികളും പ്രസ്ഥാനങ്ങളും മാനസിക വളർച്ചയുള്ള യുക്തിബോധമുള്ള ആളുകൾ അതിനെ എതിർക്കുക തന്നെ ചെയ്യും. ഇപ്പൊ CPM സംസ്ഥാന സെക്രട്ടറിയുടെ മതശാസ്ത്രനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ടല്ലോ, CPM ഏതെങ്കിലും മതവിധി ഉണ്ടോ, ലേഡീസിനെ സെക്രട്ടറി ആക്കാൻ പാടില്ല, പ്രസിഡന്റ് ആക്കാൻ പാടില്ല എന്ന് അവര് മാത്യു സർ മുന്നോട്ട് വന്നിട്ടുണ്ടല്ലോ. ഞങ്ങളിത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അവരും ജീവിക്കുന്നത് ഇന്ത്യൻ സാഹചര്യത്തിലാണ്. പക്ഷേ പുരുഷ മേധാവിത്വം ആഴത്തിൽ പതിഞ്ഞ ഒരു സമൂഹമാണ് നമ്മുടെ. അതിലെ സെമിറ്റിക് മതങ്ങളും ഒക്കെ ഇതിനകത്ത് വലിയ രൂപത്തിൽ ഭാഗവാക്കായിട്ടുണ്ട്. ഇവിടെ മതത്തിന്റെ പേരില് മതത്തെ ചാരി മനുഷ്യരിൽ നിന്നും സ്ത്രീകളെ മാറ്റി നിർത്തി ഒരു സ്ത്രീ വിരുദ്ധതയും ഭിന്ന ലിംഗ വിരുദ്ധതയും അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മൾ അതിനെ എതിർക്കുന്നത്. കാലങ്ങൾ മാറിപ്പോയി, ചിത്രങ്ങൾ മാറിപ്പോയി. സ്ത്രീകൾ അക്ഷരം പഠിക്കുന്നത് പാടില്ല എന്ന് പറഞ്ഞ കാലഘട്ടത്തിൽ നിന്നും മനുഷ്യർ ഒരുപാട് പുരോഗമിച്ചു. ലാ തുഅല്ലിമൂഹുന്നൽ കിതാബത, സ്ത്രീകളെ നിങ്ങൾ അക്ഷരം പഠിപ്പിക്കരുത്. വലാ തുസ്കിനൂഹുന്നൽ ഖുസൂറ, വാർക്ക വീടുകളിൽ അവരെ നിങ്ങൾ താമസിപ്പിക്കരുത്. കാരണം മുകളിൽ നിന്ന് എത്തി നോക്കിയാൽ താഴെ നിന്ന് പുരുഷൻ കാണും, അവളെ അടിച്ചുകൊണ്ട് പോകും. വഅല്ലിമൂഹുന്നൽ ഖയാത്വത, അവളെ നിങ്ങൾ തുന്നൽ പഠിപ്പിച്ച് പേറിയന്ത്രമാക്കി വീട്ടിലിരുത്തിയാൽ മതി എന്ന കാലഘട്ടം കഴിഞ്ഞുപോയി. ഫോട്ടോ എടുക്കാൻ പാടില്ല, ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിക്കാൻ പാടില്ല, ശവം കുത്തിക്കീറുന്ന പഠനത്തിന് നമ്മൾ മക്കളെ വിടാൻ പാടില്ല. അതൊന്നും ഈ നാട്ടിൽ നടക്കില്ല. ഇത് പറഞ്ഞ് ദുർബലരായ ഒരു വിഭാഗം സ്ത്രീകളെ ഇവർ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അതിനെ എതിർക്കും. സ്ത്രീയുടെ പൊതുജീവിതം മതത്തെ ചാരിയിട്ടല്ല. ഈ മതത്തെ ചാരി അവരുടെ ഭരണഘടനാ മൂല്യങ്ങളെ റദ്ദ് ചെയ്യാൻ ശ്രമിക്കുന്ന അനുച്ഛേദം 14, 15, 19, 21 ഒക്കെ ചേർത്ത് വെച്ച് മനുഷ്യർക്ക് അന്തസ്സാർന്ന ജീവിതം ഉറപ്പാക്കണം എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും അത് ഉറപ്പാക്കുന്നതിന് വേണ്ടി നമ്മൾ പൊരുതും. മുസ്ലിം സ്ത്രീയുടെ പൊതുജീവിതത്തെ സംബന്ധിക്കുന്ന, അവരുടെ സ്വാതന്ത്ര്യത്തെ സംബന്ധിക്കുന്ന, വ്യക്തിത്വ വികാസത്തെ സംബന്ധിക്കുന്ന ഏതു വിഷയത്തെ സംബന്ധിച്ച് ഏത് കൊടികെട്ടിയ പണ്ഡിതൻ ഇത്തരം താലിബാൻ അഭിപ്രായം പറഞ്ഞാലും ശരി അതിനെ ശക്തമായ രൂപത്തിൽ എതിർക്കുക തന്നെ ചെയ്യും. അതിനിപ്പോ നിങ്ങൾ ആരാണ്? നിങ്ങളോട് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞത് കുടുംബത്തിനകത്തിരുന്നിട്ടല്ല, അടുക്കളയ്ക്കകത്തിരുന്നിട്ടല്ല പറയുന്നത്. അദ്ദേഹം ഒരു പൊതുസമൂഹത്തോടാ പറയുന്നത്. ഇന്ത്യയിലെ ഗ്രാൻഡ് മുഫ്തിയാണ് പറയുന്നത്. അദ്ദേഹം പറഞ്ഞോ AP-ക്കാർ മാത്രം ഇത് കേട്ടാ മതിയെന്ന്? അല്ല, അദ്ദേഹത്തോട് ഉറൂസ് നിർത്തലാക്കാൻ പറ. AP-യും EP-യും EKയും AP-യും ഒക്കെ മത്സരിച്ച് നടത്തുന്നുണ്ട് ഉറൂസ്. CM മടവൂരിന്റെ പേരില് 75% അവിടെ വരുന്ന സ്ത്രീകളാണ്. ഒന്ന് പറ. ഹജ്ജിനും ഉംറയ്ക്കും കൊണ്ടുപോകുന്ന ആളുകളുണ്ടല്ലോ, ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് പോകുന്നത്. അവരവിടെ നിന്ന് പറ. എന്നിട്ട് അദ്ദേഹത്തിന്റെ മർക്കസിന്റെ സ്കൂളുകളില് അധ്യാപികമാര് പെൺകുട്ടികളെ മാത്രം പഠിപ്പിക്കാൻ പറ, അധ്യാപകന്മാർ ആൺകുട്ടികളെ മാത്രം പഠിപ്പിക്കട്ടെ. അങ്ങനെയൊക്കെ ഒരു മാറ്റം കൊണ്ടുവരാൻ പറ. ആദ്യം സ്വന്തം ജീവിതത്തിൽ അത് കൊണ്ടുവരാതെ അതെന്നിട്ട് പൊതുസമൂഹത്തോട് പറയാ ഈ മതം ആർക്കുള്ളതാ, ചികിത്സ പാടില്ല എന്ന് ഇദ്ദേഹം പറഞ്ഞു. ഇദ്ദേഹത്തിന് എന്തെങ്കിലും അസുഖം വന്നാൽ ഇദ്ദേഹം എവിടെ പോയിട്ടാ ചികിത്സിക്കുന്നത്? അപ്പൊ സ്വന്തം ജീവിതത്തിൽ എല്ലാ മതനിയമങ്ങളെയും കാറ്റിൽ പറത്തിയിട്ട് സാധാരണക്കാരായ മുസ്ലിം സ്ത്രീകളുടെ പേരില് ഇത്തരം ഗോത്ര നിയമങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ ഒരു ഇന്ത്യൻ പൗര എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും നമ്മൾ അതിനെ എതിർക്കുക തന്നെ ചെയ്യും. യെസ്, എനിക്ക് തോന്നുന്നു ഷാക്കിറിന് കൃത്യമായിട്ട് ഉത്തരം കിട്ടിയെന്ന് തോന്നുന്നു. ശ്രീ RV ബാബു നേരത്തെ പറഞ്ഞു, ഇവിടെ പാട്ട് പാടരുത്, നൃത്തം ചെയ്യരുത്, ചിത്രം വരയ്ക്കരുത്, ഇതൊക്കെ ഹറാമാണെന്ന് പറഞ്ഞു. എന്നാൽ ഈ കാന്തപുരത്തെ പോലുള്ള ഒരു ഉസ്താദുമാരും ഇന്നേ വരെ സ്വർണം കടത്തരുത്, മയക്കുമരുന്ന് കടത്തരുത്, ഉസ്താദുമാർ മദ്രസകളിൽ വൃത്തികേട് കാണിക്കരുതെന്ന് പറഞ്ഞായിട്ട് ഞാൻ കേട്ടിട്ടില്ല കേട്ടോ, ഞാൻ കണ്ടിട്ടുമില്ല. അപ്പോൾ ഈ സ്ത്രീകളുടെ കാര്യത്തിൽ മാത്രം മതിയോ ഇത്രയും ഒരു ഔത്സുക്യം? നമ്പ്യാരെ, ഞാൻ വെറുതെ ഇരിക്കായിരുന്നില്ല, ഞാൻ ചിരിച്ച് മണ്ണ് കപ്പുമായിരുന്നു. ഇത് കേൾക്കാമല്ലോ അല്ലേ? അനിൽ നമ്പ്യാരെ കേൾക്കാമോ? കേൾക്കാം. ഞാൻ ഇതുപോലുള്ളൊരു ചർച്ച ഇതിനു മുമ്പ് ഇതുപോലൊരു ചർച്ച പങ്കെടുത്തിട്ടില്ല. കാരണം ഈ സക്കീറിനെ പോലെ ഒരു നിരപരാധിയെ കൊണ്ടുവന്ന് ഇരുത്തി നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യരുതായിരുന്നു. അദ്ദേഹം സ്വയം പറഞ്ഞ പോലെ അദ്ദേഹം ഒരു മതപണ്ഡിതനല്ല, അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തകനാണ്. അപ്പോ അദ്ദേഹത്തെ ഇങ്ങനെ ഇരുത്തിയിട്ട് അദ്ദേഹത്തിന് അറിയാത്ത വിഷയങ്ങളെ കുറിച്ച് ചോദിച്ച് അദ്ദേഹത്തെ ബുദ്ധിമുട്ടിലാക്കുക എന്ന് പറഞ്ഞാൽ അതെ. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് വളരെ സഹതാപൂർവമായ സമീപനമാണ് എടുക്കുന്നത്. പക്ഷേ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ച രാഷ്ട്രീയമായ ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി പറയണമായിരുന്നല്ലോ. ഇപ്പോ ഞാൻ ഖുറാനിലെ പണ്ഡിതനല്ല. ഖുറാനിലെ ഹദീസും പഠിച്ച് അതിനെക്കുറിച്ച് പരാമർശിക്കുന്ന ആരിഫോ ജാമിദ ടീച്ചറോ നുസ്രത്തോ ഒക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ പോലെ എനിക്ക് ചോദിക്കാനാവില്ല. അല്ലെങ്കിൽ ഞാനത് ചോദിക്കുന്നത് മര്യാദയുമല്ല. എനിക്ക് ഖുറാൻ വായിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ ഞാൻ അതിലേക്ക് കടന്ന് വായിക്കുമ്പോൾ അതൊരു പരമത വിദ്വേഷം പോലെ കടന്നു വരും. അതുകൊണ്ട് എനിക്കറിയാവുന്നുണ്ടെങ്കിലും ഞാനത് പറയുന്നില്ല. പക്ഷെ ഞാൻ രാഷ്ട്രീയമായി ചോദിച്ച ചോദ്യങ്ങളുണ്ട്. ഇത് കാന്തപുരം അബൂബക്കർ മുസ്ലിയാറിന്റെ മാത്രം ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടല്ല
ഈ കേരളത്തിലെ ഇസ്ലാമിക സംഘടനകൾ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. മുസ്ലിം ലീഗ് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിവൃത്തിയില്ല, 50% സ്ത്രീകൾ വേണം, നിർബന്ധമാണ്. അതുകൊണ്ട് മാത്രം പഞ്ചായത്ത്, മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകളിലൊക്കെ സ്ത്രീകളെ നിർത്തുന്നത് ഒഴിച്ചാൽ സ്ത്രീകളുടെ രാഷ്ട്രീയ പ്രാതിനിധ്യം മുസ്ലിം ലീഗിൽ എത്രമാത്രമാണ്? അവർക്ക് മത്സരിക്കാനുള്ള സാധ്യത എത്രമാത്രം കൊടുത്തിട്ടുണ്ട്? എത്ര മുസ്ലിം MLA-മാരുണ്ടായി, വനിതാ MLA-മാരുണ്ടായി കേരളത്തിൽ? വനിതാ MLA-മാരുണ്ടായതിനു ശേഷമല്ലേ വനിതാ മന്ത്രിയുടെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാനാവൂ? അപ്പോൾ സ്ത്രീകളെക്കുറിച്ചുള്ള പുതു കാഴ്ചപ്പാടിൻ്റെ ആ ഒരു സ്വഭാവമാണ് ലീഗും പ്രകടിപ്പിക്കുന്നത്. അതിൽ യാതൊരു സംശയമില്ല. ഇപ്പോൾ വളരെ വലിയ പ്രതിഷേധം CAA പ്രക്ഷോഭത്തിനെതിരെ ഉണ്ടായി. അപ്പോൾ സ്ത്രീകളടക്കം വീടടക്കം അടച്ച് ഒരു വ്യാജ പ്രചരണത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ലീഗടക്കം നേതൃത്വം കൊടുത്തു വന്നല്ലോ. കുറച്ച് കഴിഞ്ഞപ്പോൾ സമസ്തയുടെ ഉത്തരവുണ്ടായി, സ്ത്രീകൾ ഇനി സമരത്തിന് വരാൻ പാടില്ല, സ്ത്രീകൾ രംഗത്ത് വരാൻ പാടില്ല. അപ്പോൾ അന്ന് ലീഗ് അതിനെ എതിർത്ത് പറഞ്ഞില്ലല്ലോ, നമ്മൾ കണ്ടില്ല, ആരും കണ്ടില്ല. അപ്പോൾ സ്ത്രീകൾ പൊതുരംഗത്ത് വരാൻ പാടില്ല, അവര് കലാസാഹിത്യ മേഖലകളിൽ പ്രവർത്തിക്കാൻ പാടില്ല, സംഗീതം തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ അവരുടെ സർഗ സൃഷ്ടി നടത്താൻ പാടില്ല. അങ്ങനെ എത്രയെത്ര ഫത്വകൾ ഇറങ്ങിയിരിക്കുന്നു. ഈ ഫത്വകളൊക്കെ തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും സമയത്ത് ലീഗ് രംഗത്ത് വന്നതായിട്ട് കണ്ടിട്ടുണ്ടോ? ലീഗ് രംഗത്ത് വന്നിട്ടുണ്ടോ? ഈ ഫത്വകളൊക്കെ തെറ്റാണ്. ഇപ്പൊ കാന്തപുരം അബൂബക്കർ പറയുന്ന ഇസ്ലാം യഥാർത്ഥ ഇസ്ലാം അല്ല എന്ന് ഷക്കീർ തുറന്നു പറയാൻ തയ്യാറുണ്ടോ? കാന്തപുരം അബൂബക്കർ പറയുന്ന ഇസ്ലാം അല്ല ഇസ്ലാം. അപ്പോ ഒക്കെ സക്കീർ പറയണം ഏതാണ് യഥാർത്ഥ ഇസ്ലാം എന്ന്. സൗദി അറേബ്യൻ ഇസ്ലാമാണോ, അല്ലെങ്കിൽ സിറിയൻ ഇസ്ലാമാണോ, അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ ഇസ്ലാമാണോ, അല്ലെങ്കിൽ പാകിസ്ഥാൻ ഇസ്ലാമാണോ, ബംഗ്ലാദേശ് ഇസ്ലാമാണോ? ഏത് ഇസ്ലാമാണ് യഥാർത്ഥ ഇസ്ലാം എങ്കിൽ അത് പറയണ്ടേ? പണ്ട് കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞിരുന്നു, കമ്മ്യൂണിസം യഥാർത്ഥത്തിൽ സോവിയറ്റ് യൂണിയനിലെ കമ്മ്യൂണിസം അത് യഥാർത്ഥ കമ്മ്യൂണിസം അല്ല, ചൈന കമ്മ്യൂണിസം അല്ല, ഹംഗറി അങ്ങനെയല്ല, യുഗോസ്ലേവിയ അങ്ങനെയല്ല. സാറിന് നാട്ടുപുറങ്ങളിൽ പറയില്ലേ ഇതൊന്നും യഥാർത്ഥ കള്ളല്ല, ഉറങ്ങാൻ കള്ള് വേറെ കുടിക്കണം എന്ന് പറയുന്ന പോലെയാണ്. ഇതൊന്നും അല്ല ഇസ്ലാം, ഇസ്ലാം ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ. ഇതെന്തൊരു ഏർപ്പാടാണ് സർ. യഥാർത്ഥത്തിൽ ഈ കിണറ്റിലുള്ളതേ തൊട്ടിയിൽ കിട്ടൂ. ഇസ്ലാം യഥാർത്ഥത്തിൽ എന്താണോ അതാണ് പൊതുമധ്യത്തിൽ പ്രകടമാകുന്നത്, അതാണ് IS-ലൂടെ പ്രകടമാകുന്നത്, അതാണ് അൽ ഖ്വയ്ദയിലൂടെ പ്രകടമാകുന്നത്, അതാണ് പോപ്പുലർ ഫ്രണ്ടിലൂടെ പ്രകടമാകുന്നത്, അതാണ് ഈ ലോക ആഗോള തലത്തിലുള്ള ഇസ്ലാമിക ഭീകര സംഘടനകളിലൂടെ പ്രകടമാകുന്നത്. മുഴുവൻ ഇസ്ലാം തന്നെയാണ്, ഇസ്ലാമിന്റെ വ്യത്യസ്ത രൂപങ്ങൾ. അപ്പൊ അതുകൊണ്ട് സക്കീറെ അങ്ങ് എത്ര സമർത്ഥിച്ചാലും എനിക്കിവിടെ അനിൽ നമ്പ്യാരെ ഒരു കാര്യമാണ് ഇതിനകത്ത് പറയാനുള്ളത്. നമ്മളൊക്കെ വളരെ ശ്രദ്ധാപൂർവം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോ കാന്തപുരം ഇസ്ലാമിന്റെ തത്വം പറഞ്ഞു, ഓക്കെ, നമുക്കത് ആരോ പറഞ്ഞ മാതിരി അതിന്റെ അപകടം എന്താണെന്ന് നേരിട്ടറിയാം. പക്ഷെ ഇത് കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുന്ന നമ്മുടെ സാംസ്കാരിക നായകരെവിടെ? സ്ത്രീകൾക്ക് പൊതുയിടങ്ങളിൽ പ്രവേശനമില്ല, അവർ പ്രവർത്തിക്കാൻ പാടില്ല എന്ന് സുന്നി വിഭാഗത്തിന്റെ പ്രമുഖനായ നേതാവ്. ഇന്ത്യയിലെ 90% പേരും സുന്നികളാ, കേരളത്തിലെ 90%, 99% സുന്നികളാ. അതിലൊരു വലിയ വിഭാഗത്തിന്റെ നേതാവാണ് ഈ പറയുന്ന കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ. ആ മുസ്ലിയാർ പറയുന്നു സ്ത്രീകൾക്ക് പൊതുയിടങ്ങളിൽ പ്രവേശനം പാടില്ല, അവര് ഇടപഴകി ജീവിക്കാൻ പാടില്ല. എവിടുത്തെ കേരളത്തിലെ സാംസ്കാരിക നായകര്, എവിടെ സാമൂഹ്യ നേതാക്കന്മാര്? ഇവിടെ CPM-ന്റെ നേതാവ് ഐസക് ഗോവിന്ദനെ എതിർത്തു എന്ന് പറഞ്ഞു. ഐസക് എന്താ പറഞ്ഞത്? തോമസ് ഐസക് പറഞ്ഞത് കാന്തപുരം പറഞ്ഞത് അദ്ദേഹത്തിന്റെ വിശ്വാസമാണെന്നാണ്. എത്ര ഉദാരമായ സമീപനം, എത്ര ഉദാരമായ സമീപനമാണ് ഐസക് കൊടുക്കുന്നത് നോക്കൂ. ഐസക് എന്നിട്ട് പറയുകയാണ് ജമാഅത്തെ ഇസ്ലാമി പറയുന്ന പോലെ മതരാഷ്ട്രവാദത്തെ കുറിച്ച് പറയുന്നില്ലല്ലോ എന്നാണ്. ഇതിനപ്പുറം മതരാഷ്ട്രം എന്താണ്? ഇസ്ലാമിന്റെ നിയമങ്ങൾ അനുശാസിച്ച് ജീവിക്കുന്ന ഒരു നാട്, അതല്ലേ മതരാഷ്ട്രം? അതല്ലേ മതരാഷ്ട്രം? ഇതിനപ്പുറത്തേക്ക് എന്ത് മതരാഷ്ട്രം? ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രം എന്ന് പറയുമ്പോൾ അധികാരത്തിൽ വരിക എന്നുള്ളതും കൂടി ഉണ്ടാവാം. അതിനപ്പുറത്തേക്ക് എന്താ മതരാഷ്ട്രം? അപ്പോ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരടക്കം കോൺഗ്രസ്സുകാർക്ക് പിന്നെ മിണ്ടാട്ടില്ല. അവര് വലിയ പുരോഗമനം പറയും. അവര് ഹിന്ദുക്കളിലെ കാര്യമാണെങ്കിൽ ഇപ്പൊ മനുസ്മൃതിയെ കുറിച്ച് ഒക്കെ എന്താ സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്നൊക്കെ കോൺഗ്രസ് നേതാക്കന്മാരും കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും ഒക്കെ വായ്ത്താരി അടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇല്ലേ? എവിടെ പോയി? എന്താണ് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്ക്, ഈ പറയുന്ന സാഹിത്യകാരന്മാർക്ക്? സച്ചിദാനന്ദൻ ഇപ്പൊ മിണ്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ കുറെ നാളായിട്ട്. ഞാനിനി സച്ചിദാനന്ദൻ കുറെ നാളായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇനി പൊതുയിടത്തിൽ ഇടപെടില്ല എന്ന്. അത്രയും മലിനമായ അന്തരീക്ഷം കുറഞ്ഞു എന്ന് വിചാരിക്കാം. എവിടെ പോയി മുകുന്ദൻ?
എവിടെ ബാലചന്ദ്രൻ ചുള്ളിക്കാട്? എവിടെ ഈ സാംസ്കാരിക നായകര്? ഒരൊറ്റ കുഞ്ഞിനെ കാണില്ല. കാരണം പറഞ്ഞാൽ തലയ്ക്ക് മീതെ കഴുത്തുണ്ടാവില്ല എന്ന് ഇവർക്കറിയാം, എഴുതാൻ കഴിവുണ്ടാവില്ലെന്നറിയാം. കാരണം ഇതൊക്കെ കേരളത്തിൽ നമ്മുടെ കൺമുമ്പിൽ കണ്ട കാര്യമാണ്. ഈ സാംസ്കാരിക നായകന്മാര്, അവരെ ജയശങ്കരൊക്കെ വിളിക്കുന്നത് നായകളെന്നാണ്, ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നില്ല. അപ്പൊ ഏതായാലും ഇത്തരത്തിലുള്ള ആളുകൾ അവരുടെ ഇരട്ടത്താപ്പ്, കാരണം ഇവിടെ വഴിയിൽ ചെട്ടിയൊക്കെ എണ്ട പോലെ അല്ലെങ്കിൽ ഓടിക്കേറാവുന്ന ചാഞ്ഞു കിടക്കുന്ന മരം ആണ്, അതുകൊണ്ട് മനുസ്മൃതിയിടയ്ക്ക് ഉദ്ധരിക്കാം, സനാതനധർമ്മമാണ് കുഴപ്പമെന്ന് പറയാം, ഒക്കെ പറയാം, ഒരു കുഴപ്പമില്ല. പക്ഷേ ഇവിടെ തൊടാൻ ഒരു നേതാക്കന്മാരും വരില്ല. അതാണ് കേരളത്തിന്റെ അന്തരീക്ഷം. അതുകൊണ്ട് സൗദി അറേബ്യയിലെ ഇസ്ലാമിനേക്കാൾ തീവ്രത കൂടിയ തീവ്രമായ യഥാർത്ഥ ഇസ്ലാം കേരളത്തിൽ വളർന്നു വരികയാണ്. കേരളത്തിലാണ് യഥാർത്ഥ ഇസ്ലാമിന്റെ സ്വഭാവം പ്രകടമായി വരാൻ പോകുന്നത്. കാത്തിരുന്നോളൂ. താലിബാനേക്കാൾ വലിയ ഇസ്ലാമിക ഒരു സമൂഹം കേരളത്തിൽ വളർന്നു വരികയാണ്. അത് കേരളത്തിന്റെ ജനാധിപത്യ സങ്കല്പങ്ങളെയും നമ്മുടെ ബഹുസ്വര സങ്കല്പങ്ങളെയും ഒക്കെ തകർത്തുകൊണ്ട് ഒരു മതാധിപത്യത്തിലേക്ക് കേരളത്തെ കൊണ്ടുപോകാനുള്ള ആസൂത്രിതമായ ശ്രമം അത് കാലങ്ങളായി തുടങ്ങി വെച്ചതാണ്. അതാണ് ഇപ്പോ ഈ കാന്തപുരം അബൂബക്കറിലൂടെയൊക്കെ നമ്മൾ കണ്ടുവരുന്നത്. ഓക്കെ, തീർത്തും അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ ചെന്നെത്തുന്നത്. ഷാക്കിർ, താങ്കൾ ഇനി ഖുറാനും അതുപോലെ ഹദീസും വെച്ച് മറുപടി പറയേണ്ട ആവശ്യമില്ല. ചില പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആർ വി ബാബു റേസ് ചെയ്തിട്ടുണ്ട്, അതിന് മാത്രം മറുപടി പറഞ്ഞാൽ മതി. ഒന്ന്, എനിക്ക് നിങ്ങൾ സമയം തരാണെങ്കിൽ ഞാൻ ഇരിക്കണുള്ളൂ. ഇവര് 4 പേരും പറഞ്ഞ രാഷ്ട്രീയപരമായി പറഞ്ഞതിന് കുഴപ്പമില്ല, ഞാൻ രാഷ്ട്രീയപരമായി പറഞ്ഞോളാം. മതപരമായി പ്രവാചകനെയും മറ്റും അധിക്ഷേപിച്ച് പറഞ്ഞത് ഞാൻ കേട്ടുപോയാൽ ഈ ആരിഫൊക്കെ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ എന്റെ കയ്യിൽ ആരിഫിന്റെ നമ്പറില്ല. ഞാൻ ശ്രീ അനിൽ നമ്പ്യാർക്ക് ഞാനൊരു ഹദീസിന്റെ ഡീറ്റെയിൽസ് വിട്ടു കൊടുത്തിട്ടുണ്ട്. ഇവിടെ നേരത്തെ ഹദീസ് തെറ്റായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം ഇസ്ലാം ആകണമെന്നില്ല, അത് അദ്ദേഹത്തിന്റെ സൗകര്യം വേണേ ആയാൽ മതി. പക്ഷെ അദ്ദേഹം പറഞ്ഞ കാര്യത്തെ കുറിച്ചുള്ള കൃത്യമായ സംഗതി ഞാനിപ്പോ അനിൽ നമ്പ്യാർക്ക് വാട്സപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അദ്ദേഹത്തിന് അത് അയച്ചു കൊടുക്കണം. അതായത് ആയിഷ ബീവിയോട് ഒരാൾ ഇസ്ലാമിലെ നമസ്കാരം നഷ്ടമാകുന്ന 3 കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. ആ കാര്യങ്ങളിലാണ് പട്ടി കഴുത സ്ത്രീ. ഞാൻ പറയട്ടെ അനിൽ നമ്പ്യാർ, ഇവര് ഇടപെടുമ്പോ ടീച്ചറെ ഒന്ന് പറഞ്ഞോട്ടെ പ്ലീസ്. എന്നിട്ട് നിങ്ങൾ പറഞ്ഞു അസ്വസ്ഥ കാണിക്കണ്ടേ? അപ്പൊ ആ 3 കാര്യങ്ങൾ ഇവർ കളവായി പറഞ്ഞപ്പോ ഇത് പ്രവാചകൻ പറഞ്ഞതല്ല, അല്ലെങ്കിൽ പ്രവാചകന്റെ സാന്നിധ്യത്തിൽ പറഞ്ഞതല്ല. ആയിഷ ബീവിയോട് ഒരാൾ പറഞ്ഞപ്പോ അത് അവർ കൊടുത്ത കൃത്യമായ മറുപടിയുണ്ട്. എന്റെ പ്രവാചകന്റെ നമസ്കാര സമയത്ത് കഅബയിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കുമ്പോൾ അതിന്റെ ഇടയിൽ പലപ്പോഴും ഞാൻ കിടക്കാറുണ്ട്. ആ കിടക്കുമ്പോൾ പ്രവാചകൻ നമസ്കരിക്കാറുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇല്ലാ കഥ ദയവായിട്ട് പറയരുത്. സ്ത്രീകൾ ഇങ്ങനെ സ്ത്രീകളെ കുറിച്ച് ഇസ്ലാം ഇല്ലാത്ത തെറ്റായ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇസ്ലാമിന്റെ പേരിൽ നുണ പറയുന്നത് ദയവായി നിങ്ങൾ അവസാനിപ്പിക്കണം. നിങ്ങൾ ഉദ്ധരിച്ച അതേ സംഗതി ഞാൻ ഇപ്പൊ കൃത്യമായിട്ട് അതിന്റെ ഡീറ്റെയിൽസ് ശ്രീ അനിൽ നമ്പ്യാർക്ക് വാട്സപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് അദ്ദേഹം സത്യസന്ധനാണെങ്കിൽ അത് നിങ്ങൾ വായിച്ചു മനസ്സിലാക്കണം. മറ്റൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ഇപ്പൊ ഒറ്റ മിനിറ്റ് ശ്രീ ആർ വി ബാബുവിനെ പോലെയുള്ള ആളുകളോട് ഞാൻ ഈ ചർച്ചയിൽ വന്നിരിക്കാൻ കാരണം എന്റെ ധാരണ ഇന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞ സംഗതിയോട് MV ഗോവിന്ദൻ ഇന്നലെ ഒരു പ്രസ്താവന നടത്തി. അതിന് മറുപടിയായി കാന്തപുരം വേറെ ഒരു പ്രസ്താവന നടത്തി. അതിനുശേഷം തോമസ് ഐസക് കുറച്ച് കനം കുറച്ചുകൊണ്ട് വേറെ രീതിയിൽ പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട അഭിപ്രായ പ്രകടനം മാത്രം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചർച്ചയാകും എന്ന് കരുതിയാണ് ഞാൻ. പറയട്ടെ അതായത് മതപരമായ കാര്യങ്ങളിൽ ഫത്വ പറയാൻ ലീഗ് ആഗ്രഹിക്കുന്ന ലീഗിന്റെ പണിയല്ല. പക്ഷെ ലീഗിന് ഒരു പണി നിങ്ങൾ പറഞ്ഞ കാര്യം തന്നെ പറയാം. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. PMS അല്ല, മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇന്ന് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞിട്ടുണ്ട്. അതാണ് എനിക്കും പറയാനുള്ളത്. നമ്മുടെ ഇന്ത്യയിലെ ജനാധിപത്യവും, ഒരു മിനിറ്റ്, ഇന്ത്യയുടെ ജനാധിപത്യവും നിയമവും ഒക്കെ ഇപ്പൊ ഈ ജാമ്യയും നുസ്രത്തും ആരിഫൊക്കെ പറയുന്നുണ്ടല്ലോ. ഇന്ത്യ രാജ്യത്തെ ഭരണഘടന പ്രകാരം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്ക് ഒരാളെയും ഉപദ്രവിക്കാതെ അദ്ദേഹം മനസ്സിലാക്കിയ മതവിധി അദ്ദേഹത്തിന്റെ വിശ്വാസികളായിട്ടുള്ള ആളുകളോട് പറയാൻ അവകാശമില്ലേ? അത് ഹിന്ദുത്വവാദികൾക്കില്ലേ? അത് കാന്തപുരത്തിന് മാത്രമേ ഉള്ളോ? ഇടപെടും. നിങ്ങൾ അതുകൂടി പറയണം ഉത്തരം. ഞാൻ പറഞ്ഞുതരാം. ഈ കാന്തപുരത്തിന് മാത്രമേ ഉള്ളൂ ആ ഒരു അവകാശം. അത് ഹിന്ദുത്വവാദികൾക്കില്ലേ?
ഹിന്ദുത്വവാദികൾ പറയുമ്പോൾ നിങ്ങൾ ചാടി വീഴുമല്ലോ, അതെന്താണ്? അല്ല, ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ ജാമിദ നേരത്തെ പറഞ്ഞു ഞങ്ങൾക്ക് പറയാൻ ആയിക്കോട്ടെ, നിങ്ങൾക്ക് പറയാൻ അവകാശമുണ്ട്. ഞങ്ങൾ ഇല്ലാന്ന് പറയുന്ന ജനാധിപത്യ രാജ്യത്ത് നിങ്ങൾക്ക് പറയാൻ അവകാശമുള്ളതുപോലെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്കും അത് പറയാൻ അവകാശമുണ്ട്. അത് ഹിന്ദുത്വവാദികൾക്ക് അവകാശമില്ലെന്നാ ഞാൻ ചോദിക്കുന്നത്. ഹിന്ദുത്വവാദികൾക്ക് അവകാശമുണ്ട്. ഒരു മിനിറ്റ് ഉണ്ടല്ലോ, നടത്തിക്കോട്ടെ. ആരാ പിടിച്ചേക്കാൻ പോണത്? നിങ്ങൾ പിടിച്ചു വെക്കണ്ടല്ലോ, നിങ്ങൾ പിടിച്ചു വെക്കണ്ടല്ലോ, അതാ ചോദിക്കണേ. ഞാൻ ബാബുവിനോട് ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ ഈ ആരിഫൊക്കെ ഈ പിന്നെ ഇല്ലാ കഥ പറഞ്ഞ് ഇസ്ലാമിനെ ആക്രമിക്കുന്നുണ്ട്. നിങ്ങളുടെ അത് സത്യസന്ധ, നിങ്ങൾ ഇല്ലാ കഥയൊന്നും അല്ല, അതിലേക്ക് ഞാൻ വരാം. നിങ്ങൾ ആദ്യം നിങ്ങൾക്ക് പറയാനുള്ള അവസാനിപ്പിക്കും. ഇപ്പൊ RV ബാബു പറഞ്ഞൊരു സംഗതി, BJPയുടെ ജനറൽ സെക്രട്ടറി കൈലാസ് വിജയവർഗീയ ഇപ്പൊ ഈ അടുത്ത കാലത്ത് നടത്തിയുള്ള പ്രസ്താവനയുണ്ട്. മധ്യപ്രദേശിലെ മഹാവീർ ജയന്തിയുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾ പുറത്തിറങ്ങിയപ്പോ അദ്ദേഹം എന്താ പറഞ്ഞത്? BJPയുടെ ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം പറഞ്ഞത് പിന്നെ എന്താ പറയാ, രാത്രി പുറത്തിറങ്ങുന്ന സ്ത്രീകളെ തല്ലണം, മാത്രമല്ല ശൂർപ്പണകയെ പോലെയാണ് അവര്. ഇത് നിങ്ങൾ ശ്രദ്ധപ്പെട്ടിട്ടില്ലേ? BJPക്കാരും RSSകാർക്കും അല്ലെങ്കിൽ ഈ പിന്നെ ആരിഫ് ഖാനും ജാമിദൊക്കെ ശ്രദ്ധയിലില്ലായിരുന്നോ? ഇല്ല. BJPയുടെ ജനറൽ സെക്രട്ടറി പറഞ്ഞു നിങ്ങൾക്ക് കുഴപ്പമില്ലേ? ഞങ്ങൾ ആരെങ്കിലും വടിവാളെടുത്ത് വന്നോ? ഏതെങ്കിലും വിശ്വാസികൾ വന്നില്ല. നിങ്ങൾ അപ്പം ബൈക്ക് കെട്ടി വേറെ ആൾക്കാർക്ക് പോകും. അത് സ്ഥിരം പരിപാടിയാണ്. BJPയുടെ ജനറൽ സെക്രട്ടറിക്ക് ഇങ്ങനെ സ്ത്രീകളെ തല്ലണമെന്നും അതായത് ഡ്രസ് കോഡ് മാന്യമല്ല, ഡ്രസ് കോഡ് മാന്യമല്ല. സക്കീർ, സ്ത്രീകള് രാത്രി പുറത്തിറങ്ങി നടന്നാൽ അവർ ശൂർപ്പണയാണെന്നോ അവരെ അടിക്കണമെന്നോ ഏത് വിജയവർഗീയ പറഞ്ഞാലും അവനെ അടിക്കണം എന്ന പക്ഷക്കാരനാണ് ഞാൻ. അതാണ് നിലപാട്. നിങ്ങൾക്ക് അതേപോലെ കാന്തപുരത്തിനെ തള്ളി പറയാൻ കഴിയൂലേ? അതാണ് നമ്മൾ ചോദിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഇവിടെ ആർ വി ബാബു അയാളെ തള്ളി പറഞ്ഞ പോലെ നിങ്ങൾക്ക് കാന്തപുരത്തെ തള്ളിക്കളയാൻ പറ്റൂല്ലേ? ഷാക്കിർ ചോദിച്ച പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിന് ഒരു പോയിന്റ് ഞാൻ ചോദിച്ചോട്ടെ. പാലാ ബിഷപ്പ് അദ്ദേഹത്തിന്റെ കുട്ടികളോടല്ലേ പറഞ്ഞത് കുർബാന നടത്തിയത്? അല്ലെ, ലവ് ജിഹാദിനെയും നാർക്കോട്ടിക് ജിഹാദിനെയും എതിരെ നിങ്ങൾ എന്തിനാ ഇവിടെ കച്ചറ ഉണ്ടാക്കണേ? അവർക്കല്ലേ ക്ലാസ് നിങ്ങൾ വന്നില്ലേ? ചിൻവാദു പാലം ഷാമു കോയമ്പത്തൂർ എഴുതിയത് അത് അവർക്ക് വേണ്ടിയായിരുന്നില്ലേ? കഥ ഒരുപാടുണ്ട് പറയാൻ ഷാക്കിരെ. അതൊക്കെ അവരുടെ ആളുകളെ സമാധാനിപ്പിക്കാനും പഠിപ്പിക്കാനും ബോധവൽക്കരണം നടത്താനും അവര് ചെയ്തതായിരുന്നു. നിങ്ങളൊക്കെ എതിർത്തത് കൊണ്ടാണ് ഇതിനെ പറഞ്ഞില്ലേ ഷാക്കിർ കഷ്ടപ്പെട്ട ഒരു BJP നേതാവിന്റെ സ്റ്റേറ്റ്മെന്റ് എടുത്തതാണ്. അത് പാളിപ്പോയി. ഷാക്കിർ പറയൂ, അവിടെ RV ബാബു അയാളെ തള്ളി പറഞ്ഞ പോലെ കാന്തപുരത്തിനെ തള്ളി പറയാൻ ഷാക്കിർ തയ്യാറാണോ? അല്ലേ? നിങ്ങൾ എന്തിനു തള്ളി പറയും? നിങ്ങൾക്ക് അത് തന്നെയാണ് ഈ പ്രശ്നം. അത് തന്നെയാണ് ഈ പ്രശ്നം. നിങ്ങൾ അത് പറയരുത്. നിങ്ങൾ മതവിധി പറഞ്ഞു. ലീഗിൽ നിന്നും പോയാൽ ദീനിൽ നിന്നും പോകലാണ് എന്ന മതവിധി പറഞ്ഞത് ഷാജിയാണ്. ഷാജി മുസ്ലിം ലീഗുകാരനാണ്. അത് മതവിധിയാണോ? അല്ലേ? അതേപോലെ മുഖ്യമന്ത്രിയുടെ ആ മകള് റിയാസിന് കല്യാണം കഴിച്ചു, അത് വ്യഭിചാരമാണ് എന്ന് പറഞ്ഞത് മതവിധി അല്ലേ? അത് നിങ്ങൾ തള്ളി പറയോ? മുസ്ലിം ലീഗുകാരല്ലേ പറഞ്ഞത്? അപ്പൊ നിങ്ങൾ എന്താ ഈ പറയണത്? ഇനി ഒരു കാര്യം കൂടി, ഒറ്റ കാര്യം കൂടി ഞാനിവിടെ പറയാണ്. ഒരു കാര്യം കൂടി പറയാണ്. അതായത് ഇവിടെ പറഞ്ഞു ഈ ഹദീസ് തീർച്ചയായിട്ടും ഹദീസ് ഇവിടെ എന്തോ വലിയ പ്രശ്നമായിട്ട് ഈ ന്യായീകരണ യന്ത്രം ഇവിടെ ഓണാക്കി. അതാണ് ഇപ്പൊ ഇവിടെ ഉണ്ടായത്. ഷാക്കിറെ ഇച്ചിരി കൂടിയൊക്കെ മൂത്ത സാധനമായിട്ട് വരണ്ടേ? ഇതൊക്കെ ഏതോ കാലത്ത് മദ്രസ പിള്ളേർ തള്ളിക്കളഞ്ഞ സാധനങ്ങളാണ് ഈ പറയുന്ന ന്യായീകരണമൊക്കെ. അതിന്റെ ആ ഹദീസ് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പറഞ്ഞാൽ നിങ്ങൾ ഇംഗ്ലീഷ് വായിച്ചാൽ മനസ്സിലാവും ഇത് കളവൊന്നുമല്ല. നിങ്ങൾ പറയണ കേൾക്കൂ. മാന്യം തന്നെയാണ്. അതാ പറയണേ, മാന്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ പറയണത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് വായിച്ചിട്ട് മനസ്സിലായില്ല. അതാണ് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതായത് the things ആയിഷ പറയാണ് the things which annulled the prayers were mentioned before me. ആയിഷയുടെ മുന്നിൽ പറഞ്ഞു. ആര് പറഞ്ഞു? മുഹമ്മദ് നബി പറഞ്ഞു. മുഹമ്മദ് നബി ആയിഷയോട് പറഞ്ഞ കാര്യമാണ് ഹദീസിലുള്ളത്. ഇനി അവിടെ പറഞ്ഞ എന്താണ്? ഈ 3 സാധനങ്ങൾ. ഇനി മുഹമ്മദ് നബിയുടെ മുന്നിൽ ഈ ആയിഷ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് മുഹമ്മദ് നബി രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുമ്പോൾ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേൽക്കുമ്പോൾ
ഉറങ്ങുമ്പോൾ ഇതുപോലെ ഉറങ്ങുന്ന സമയത്ത് കാണുകയാണ്. അപ്പൊ മുഹമ്മദ് നബി പറഞ്ഞ ഈ സാധനം ഓർമ്മ വന്നിട്ട് മുഹമ്മദ് നബി കാണാതെ മുന്നിൽ നിന്ന് ഇറങ്ങിപ്പോകും. കാരണം എന്താണ്? ആത്മാഭിമാനം ഉള്ള സ്ത്രീ ആയതുകൊണ്ട്. ആയിഷ ഇനി പോട്ടെ. ഇനി രണ്ടാമത്തെ കാര്യം ഷാക്കിർ വല്ല മദ്രസയിൽ പോയിട്ട് ഇസ്ലാം പഠിക്കാതെ, അതെനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ വല്ല മദ്രസയിൽ പോയി ജോയിൻ ചെയ്യും ഷാക്കിറെ, മദ്രസയിൽ പോയി പഠിക്കുന്നത്. ഒറ്റ കാര്യം കൂടി ഇനി 2 ഹദീസ് ഞാനിവിടെ പറഞ്ഞു. എന്താ ഷാക്കിർ രണ്ടാമത്തെ ഹദീസ് പഠിപ്പിക്കാത്തത്? ഷാക്കിർ എന്താ രണ്ടാമത്തെ ഹദീസ് പഠിപ്പിക്കാൻ പറഞ്ഞത്? ഷാക്കിർ എന്താ രണ്ടാമത്തെ ഹദീസ് പഠിപ്പിക്കാഞ്ഞത്? എനിക്കതാ ചോദിക്കാനുള്ളൂ. അത് വെളുക്കില്ല ഹദീസ്, ഈ 2 ഹദീസും വെളുക്കില്ല ഷാക്കിറെ. ഓക്കെ, ഞാൻ വരാം ചോദിക്കാം. നുസ്രത് ജഹാൻ പെട്ടെന്ന് ചോദിക്കാം ഷാക്കിറിനോട്. ഒരു മിനിറ്റ്. എനിക്കിപ്പോ ചോദിക്കാനുള്ളത്, ഞാൻ ചോദിക്കണോ ഇപ്പൊ ഷാക്കിർ പറയണേ ഞാൻ മതവിധി പറയാൻ ആളല്ല, അപ്പോ മുസ്ലിം ലീഗ് അല്ല. മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് എങ്ങനെ 1000 പള്ളിയുടെ കാളിയാവണ്? മുസ്ലിം ലീഗ് ഇസ് എ പൊളിറ്റിക്കൽ പാർട്ടി. പൊളിറ്റിക്കൽ പാർട്ടിന്റെ ലീഡർ പൊളിറ്റിക്കൽ പാർട്ടിന്റെ ലീഡർ ആയിട്ടിരിക്കണം, അല്ലാതെ പള്ളികളുടെ 1000 പള്ളികളുടെ കാളിയായിരിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെയാ മുസ്ലിം ലീഗുകാരോട് നമ്മൾ ചോദിക്കണേ. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, കാന്തപുരം ഉസ്താദിനോടും ഷാക്കിർ എല്ലാ മുസ്ലിം ലീഗുകാരോടും ചുരുക്കി ചോദിക്കാനുള്ളത്, ഹജ്ജ് ജീവിതത്തിലെ ഏറ്റവും പവിത്രമായ അവസാനത്തെ ഒരു കർമ്മമാണ് ഹജ്ജ് എന്ന് പറയണേ. ആ ഹജ്ജിന് പോകുമ്പോ അവിടെ ആണും പെണ്ണും ഇടകലർന്ന ഉംറക്ക് പോകുമ്പോ, ഞാനും പോയിട്ടുണ്ട്, ആണും പെണ്ണും ഇങ്ങനെ തിങ്ങി ഇങ്ങനെ നമുക്ക് എവിടെയാ പോണ്ട അറിയില്ല. ഒരു പ്രശ്നം അവിടെ ഉണ്ടാവാറുമില്ല. അത് നമ്മൾ ശ്രദ്ധിക്കണം. ആണുങ്ങൾ അടിവസ്ത്രം ഇല്ലാതെ ഒറ്റ മുണ്ട് ഇങ്ങനെയും പിന്നെ ബ്രാഹ്മൺസ് നൂലിടണ പോലെ അതേ സ്റ്റൈലിൽ ഒരു തുണി ഇങ്ങനെ കെട്ടിയിട്ടുമാണ് ആണുണ്ടാവാറ്. പക്ഷെ അവിടെ ഒരു വ്യഭിചാരോ ഒരു പ്രശ്നവും ഇല്ല. കാരണം അവിടെ ചെല്ലുന്നവന് അവിടെ ഒരു ലക്ഷ്യം ഉണ്ടാവും. ലക്ഷ്യത്തിന് വേണ്ടി പോകുന്നവന് മാത്രമാണ്, ലക്ഷ്യമാണ് മനുഷ്യന്റെ ഏറ്റവും വലിയത്. ഇപ്പൊ തലയിലിടാത്ത തലയിൽ തന്നെ കണ്ട് പിന്നെ അല്ലെങ്കിൽ ബോഡി കണ്ട് കാമം വരിക എന്ന് പറയുന്നത് നമ്മളെ തെറ്റല്ല, അത് ഈ ചിന്തിക്കുന്നവരെ തെറ്റാ. അപ്പൊ അവിടെയൊന്നും ഈ ഇടപഴകി നിൽക്കുന്ന സ്ഥലത്തൊന്നും ഇവർക്ക് ഇസ്ലാം ഇല്ലേ, അല്ലെ ഈ ഹജ്ജ് മാറ്റാനുള്ള എന്തൊക്കെയോ ഫത്വ ഉണ്ടോ? അപ്പൊ ഇവര് നോക്കിയാ ഇപ്പൊ സൗദി അറേബ്യയിലെ സൽമാൻ രാജകുമാരനെ പറ്റി പറയുമ്പോ ഇവര് പറയാ അയാൾ പറയണമെന്നല്ല മുസ്ലിം ഇസ്ലാം, ഞങ്ങളിപ്പോ ഇസ്ലാമിനെ പറ്റി കണ്ടെത്തി. 1400 കൊല്ലം കഴിഞ്ഞിട്ട് കേരളത്തിൽ അങ്ങോട്ട് കണ്ടെത്തി. കുറച്ച് പർദ്ദയിട്ട് ഇങ്ങനെ കണ്ണ് കെട്ടി അങ്ങോട്ട് പോകാൻ പാടില്ല. എഞ്ചിനീയർ ആവാനും ഡോക്ടർ ആവാനും പൈലറ്റ് ആവാനും നേഴ്സ് ആവാനും ടീച്ചർ ആവാനും ഒക്കെ മുസ്ലിം പെൺകുട്ടികൾ ഇറങ്ങി വരുന്നുണ്ട്. ആ ഇറങ്ങി വരുന്നെല്ലാം നിർത്തുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമാണ് ഹിജാബും മക്കനിയും ഒക്കെ കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത്. മുഹമ്മദിന്റെ ഭാര്യ സെഫിയാക്ക് വോട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് മുഹമ്മദിന്റെ ഫോട്ടോ ആണ് മുസ്ലിം ലീഗ് കഴിഞ്ഞ ഇലക്ഷന് പോലും മലപ്പുറത്ത് ഉണ്ടായത് നമ്മൾ കാണുന്ന. പിന്നെ ഇലക്ഷന് മത്സരിക്കാൻ പോയിട്ട് ബാക്കിയുള്ള ഏതെങ്കിലും സ്ഥലത്തേക്ക് ഇവർ വിടും. അപ്പൊ ഇവരിനിയിപ്പോ പ്രത്യേക പെണ്ണുങ്ങൾക്ക് മാത്രമുള്ള ഹോസ്പിറ്റലിലാണോ ഈ ഡോക്ടർമാരെയും എഞ്ചിനീയർമാരെയും ഒക്കെ അയക്കുക? പിന്നെ ദർഗകളിൽ നേർച്ച, ഉറൂസ് എന്നിവകളിൽ ആണും പെണ്ണും തിക്കിയാണ് പോകുന്നത്. അവിടെ എന്താ, അവിടെ കൈയിട്ട് വാരാൻ കുറെ സ്വർണവും പൈസയും കിട്ടും. അപ്പൊ അവിടെ പെണ്ണ് പ്രശ്നമല്ല, പെണ്ണുങ്ങളെ അകമൊഴിഞ്ഞ് സംഭാവന ചെയ്യുള്ളൂ. വയലിന് കേൾക്കാൻ പോകുമ്പോ ആണും പെണ്ണും ഒരേ സ്ഥലത്ത് തിക്കിത്തരുന്നതന്നെ ഇരിക്കുക. നമ്മളൊക്കെ അത് ചെറുപ്പം തൊട്ടേ പോകണ്ട. ഇപ്പോഴും ഞാൻ ദർഗയിലും പിന്നെ ഉറൂസിലൊക്കെ പോണ ഒരു വ്യക്തിയാ. ഞാനൊരു വിശ്വാസിയല്ല, ദാറ്റ് ഇസ് മൈ ട്രസ്റ്റ്. ഞാൻ ഈ വിശ്വാസത്തെ പറയുന്ന റിലീജിയന്റെ വിശ്വാസം എന്ന് പറയില്ല, അത് നമ്മുടെ ഒരു തോട്ട് പ്രോസസ്സാണ്. ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞ പോലെ ട്രസ്റ്റ് ആണ്, എന്റെ ട്രസ്റ്റ് ആണ് എന്റെ ദൈവം. ആ ട്രസ്റ്റ് ഉള്ള എനിക്ക് അറിയാം ഞാൻ എന്ത് ചെയ്യണം, ഞാൻ ചെയ്യണേ ശരിയാ. അതാണ് ജീവിതം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മളൊക്കെ സനാതന ധർമ്മത്തിൽ ഊന്നി പറയണേ, ലോകത്തിന് മുന്നോടിയായി നിൽക്കണേ. ഇപ്പൊ എല്ലാവർക്കും നല്ല ബേജാറാ. ഏറ്റവും വലിയ ക്രൗഡ്, ഏറ്റവും വലിയ സ്പിരിച്വൽ ക്രൗഡ് വന്നിരിക്കണേ ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ സ്പിരിച്വൽ മഹാകുംഭമേളയിൽ. ഇവര് പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെ ഹിന്ദുവിന് ഒരു ആചാരവും ഇല്ല, ഒന്നുമില്ല, ഹിന്ദുക്കള് ഒന്നും ആർക്കും കൊടുക്കൂല, സഹായിക്കൂല. ഞാനൊക്കെ കേട്ടുകൊണ്ടിരുന്ന വളരുന്നവരെ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും മുസ്ലിങ്ങൾക്ക് സഹായത്തിന്റെ ഇതുള്ളൂ. നിങ്ങൾക്കറിയാം 10 കോടി 5 കോടിയൊക്കെ ആൾക്കാരാണ് അവിടെ വരുന്നത് മഹാകുംഭം. ഭക്ഷണം ഫ്രീ ആവും. 45 കോടി. ഇനിയിപ്പോ അമാവാസിയുടെ 10 കോടി ജനങ്ങളെ പ്രതീക്ഷിക്കണേ. ഒരു വെള്ളവും ഭക്ഷണം വാങ്ങണ്ട, ദാനം ചെയ്യുക അവിടെ. അപ്പൊ അന്നദാനത്തിനെ പറ്റി പറഞ്ഞ നമ്മളെ സനാതന ധർമ്മം. ഇതൊക്കെ കാണുമ്പോ ഇവർക്കൊക്കെ നല്ല പേടിയുണ്ട്. നോർത്ത് ഇന്ത്യയിൽ അത് വില പോവൂല.
അതുകൊണ്ട് കേരളത്തിൽ ഇരുന്ന് അവിടെ കാശ്മീർ പോയോണ്ട് കേരളത്തിൽ ഇന്ന് ഒരു ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കാൻ ഒരാളെ എന്ത് പറയും, അപ്പൊ അതിനെ കൗണ്ടർ ചെയ്ത് വേറൊന്ന് പറയും. അപ്പൊ പാണക്കാട് തങ്ങൾ ഇങ്ങനെ പറയോ, അതൊന്നും ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾക്ക് മുസ്ലിങ്ങൾക്ക് വഖഫ് ബോർഡ് ഇതാണ് അത് പറഞ്ഞിട്ട് ഷാജി വരൂ. ഇവരിങ്ങനെ നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള, അതിലാണെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കും. അപ്പൊ അത് വിശേഷമായി. അപ്പൊ എന്തായി, വോട്ട് കിട്ടി. ഈ വോട്ട് മാത്രമാണ് ഇവർക്ക്. എന്ത് റിലീജൻ അവിടെ ഉള്ളത്? റിലീജൻ എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻസ് ആ ഷാക്കിറെ, ആദ്യം മനസ്സിലാക്കുക. ദൈവം എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യ. ഈ സ്വർഗത്തുനിന്ന് പുറത്തേക്കാക്കിയ നമ്മളോട് പറഞ്ഞ നീ ഭൂമിയിൽ പോയി സുഖമായി ജീവിച്ചോ എന്ന് പറഞ്ഞ് അയച്ച നമ്മൾക്ക് ഇവിടെ സ്വാതന്ത്ര്യം ഇല്ലാതെ നിങ്ങൾ ഞങ്ങളെ ജനവാതിൽ ഉണ്ടാക്കാൻ പാടില്ല, മൂടിക്കെട്ടണോ, ജോലി ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പട്ടിണി എടുക്കേന് ഞാനൊക്കെ ഒന്ന് ജോലി ചെയ്തിട്ടില്ലെങ്കിൽ. അങ്ങനെ ആയിരക്കണക്കിന് പെണ്ണുങ്ങള് സൗദി അറേബ്യയിൽ ഇരുന്ന് ഇപ്പൊ പറയാൻ പറ്റുമോ പോയ സൗദി അറേബ്യ ആണോ ഷാക്കിർ ഇന്ന് കാണുന്ന സൗദി അറേബ്യ? ഇല്ല. ഹജ്ജിനും ഉംറക്കും പെണ്ണുങ്ങളും ആണുങ്ങളും വേറെ കഴിവുണ്ടാക്കി ടൈം വെക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? ഈ സമയത്തെ പെണ്ണുങ്ങൾ ഇറങ്ങാൻ പറയുന്ന തവാഫിന് ഇറങ്ങാൻ പറ്റുമോ? ഇല്ല, ഇതൊന്നും പറ്റൂല. അപ്പൊ ഇവിടെ ഇരുന്ന് പറയാ. പിന്നെ ഇവർക്കൊരു വിചാരമുണ്ട്. അപ്പൊ അതാണ് ഡോക്ടർ ആരിഫ് ഹുസൈനോടും ജാമിദ ടീച്ചറിനോടും ഇവർക്കുള്ള പ്രത്യേക പ്രശ്നം എന്താ വെച്ചാൽ, ഒരു ഖുർആൻ ആയത്ത് ഓതി അർത്ഥം പറഞ്ഞു ഇവിടെ പറയും. അതെന്തിനാ പഠിപ്പിച്ചു കൊടുക്കണം? എനിക്കിപ്പോ മെസ്സേജ് വരും, നിങ്ങൾ എന്തിനാ പറഞ്ഞു കൊടുത്തത്? അപ്പൊ നമ്മൾ അവിടെ പഠിപ്പിച്ച എന്താ വെച്ചാൽ ഖുർആന്റെ അർത്ഥം ചോദിക്കാൻ പാടില്ല, പറയാൻ പാടില്ല. മൗലിയാർ എന്താ പറഞ്ഞെന്ന്, കാരണവന്മാരെന്താ പറഞ്ഞെന്ന്. അത് പക്ഷെ എന്റെ കാരണവന്മാരൊക്കെ വേറൊരു വിഷയം കൂടെ ഉണ്ട്. ഇന്നിപ്പോ ഇവര് മുസ്ലിങ്ങളുടെ കാര്യമാണ് പറഞ്ഞത്, അത് മുസ്ലിങ്ങളോടാണ് പറഞ്ഞത് എന്ന് പറയുന്നുണ്ടല്ലോ. നാളെ ഇതേപോലെ ക്രിസ്ത്യാനികളും ക്രിസ്ത്യൻ മത നേതൃത്വവും പറയുന്നു, ഹിന്ദു മത നേതൃത്വവും പറയുന്നു. അങ്ങനെ പറഞ്ഞാൽ നമ്മുടെ പുരോഗമനം, നമ്മുടെ ജനാധിപത്യം എവിടെ പോയി നിൽക്കും? ഇത് ഇവർക്ക് തിരിച്ചറിയാത്തത് കൊണ്ടല്ല പൗരത്വ നിയമം. നമ്മൾ കണ്ടതാണ് പൊതു സിവിൽ കോഡ്. നവോത്ഥാനം മതിലുകെട്ടാൻ പോയവർ പോലും പ്രതികരിച്ചില്ല. അതിൽ പ്രതികരിക്കില്ലല്ലോ. ഇപ്പൊ AP പറഞ്ഞത്, ഒരു സ്ത്രീ പീരീഡ്സ് ആകുമ്പോൾ പുരുഷന് ബന്ധപ്പെടാൻ വേറൊരു സ്ത്രീ വേണം, അതിനാണ് സബ്സ്റ്റിറ്റ്യൂഷൻ. 4 ഭാര്യമാർക്ക് ഇവരെ എതിർത്ത് സംസാരിച്ചത്. അതുപോലെ മുത്തലാഖ് വിഷയത്തില് ഞാനും അബ്ദുള്ളയും കൂടി ഒരിക്കൽ ഒരു ചാനൽ ചർച്ചയിൽ ഇരിക്കുമ്പോൾ അദ്ദേഹം പറയാണ്, ഫ്ലൈറ്റിൽ വരെ എമർജൻസി എക്സിറ്റ് ഉണ്ടല്ലോ എന്ന്. അപ്പൊ ഞാൻ അതിനകത്ത് ചോദിച്ചു, അതിനകത്ത് മെൻസ് ഓൺലി എന്ന് എഴുതിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ലേഡീസ് ഓൺലി എന്ന് എഴുതിയിട്ടുണ്ടോ? എല്ലാവർക്കും ഇറങ്ങണമല്ലോ. ഈ അപകടം പിടിച്ച വിവാഹം എന്ന് പറയുന്ന ഇതിനകത്തേക്ക് കയറി, എല്ലാ വിവാഹങ്ങളും അപകടമാണെന്നല്ല, ഏതെങ്കിലും ഒരു അപകടം പിടിച്ച വിവാഹത്തിനകത്ത് കയറി കഴിഞ്ഞാൽ ഇറങ്ങാൻ ഒരു എക്സിറ്റ് വേണ്ട. ഇവരുടെ സ്ത്രീ വിരുദ്ധത അടിമുടി വ്യക്തമാണ്, നമുക്കറിയാം. ഒരു ചെറിയ തിരുത്തുണ്ട്, ചെറിയ തിരുത്ത്, ചെറിയൊരു തിരുത്ത്. ഒരു സെക്കൻഡ് ഷാക്കിർ, ചെറിയൊരു തിരുത്ത്, ഒരു തിരുത്തുണ്ട്, ഒരു മിനിറ്റ്, ഒരു തിരുത്തുണ്ട്, ഒരു തിരുത്ത്. ഒരു ചോദ്യം. ഈ നിങ്ങൾ രണ്ടുപേരും ഇസ്ലാമിക നിങ്ങൾ തെറ്റിദ്ധാരണയുടെ പുറത്ത് അടച്ചാക്ഷേപിക്കുന്നുണ്ടല്ലോ. ഞാനൊരു ചോദ്യം. BJPയുടെ നേതാവ് സാക്ഷി മഹാരാജ് ഹിന്ദു സ്ത്രീകൾ 4 പ്രസവിക്കണം എന്ന് പറഞ്ഞു. കുറെ കഴിഞ്ഞിട്ട് ബദ്രികാശ്രമം ശങ്കരാചാര്യ 10 പ്രസവിക്കണം സ്ത്രീകൾ എന്ന് പറഞ്ഞു. നിങ്ങൾ എവിടെയായിരുന്നു? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അത് ഹിന്ദുക്കളോട് പറഞ്ഞല്ലേ, ഞമ്മക്കെന്താ? അത് ഹിന്ദുക്കളോട് പറഞ്ഞല്ലേ, ഞമ്മക്കെന്താ? അതിന് ഞമ്മക്കെന്താ ഷാക്കിറെ? അത് ഹിന്ദുക്കളുടെ നേതാവ് ഹിന്ദുക്കളോട് പറഞ്ഞല്ലേ. കാന്തപുരത്തിന്റെ ആളുകളോട് പറയാമെങ്കിൽ ഹിന്ദുക്കളുടെ ആളുകൾക്ക് ഹിന്ദുക്കളുടെ ആളോട് പറഞ്ഞൂടെ? പത്ത് കുട്ടികളെ വേണമെന്ന് പറയാം, 4 കുട്ടികളെ പോരാന്ന് പറയാം. നിങ്ങൾക്ക് പറയാൻ നേരത്തെ പറഞ്ഞല്ലോ ഇസ്ലാമിനെ കുറിച്ച് കളവ്. അത് കളവല്ല ഷാക്കിർ. ഷാക്കിറിനെ വീണ്ടും വെല്ലുവിളിക്കുകയാണ്. ഏതെങ്കിലും ചോണയുള്ള പുരോഹിതന്മാരെ വിളിച്ചിട്ട് വരിക, പൊതുവേദിയിൽ നമ്മൾ സംവാദം നടത്തും. ഓക്കെ, സ്ത്രീയെ ഉപമിച്ചത് പട്ടിയോടും കഴുതയോടും തന്നെയാണ്. ഓക്കെ, തീർച്ചയായിട്ടും. നിങ്ങൾ വിളിച്ചോണ്ടാ, ധൈര്യം വിളിച്ചിട്ടാ. ഒരൊറ്റ പുരോഹിതം വരില്ല. ഞാൻ ഇപ്പൊ പറയണു, ഷാക്കിർ കുടുങ്ങും. എന്തായാലും അൻസാരി ഉസ്താദ് ഓടി രക്ഷപ്പെട്ടു. ഷാക്കിർ വെറുതെ കുടുങ്ങണ്ട. അദ്ദേഹം ഓടി രക്ഷപ്പെട്ടു. ഷാക്കിർ ഒരു ഉസ്താദ് വരാൻ പോകുന്നില്ല. ഷാക്കിർ, ഞാൻ പ്രത്യേക നന്ദി പറയുന്നു. കാരണം ഈ ചർച്ചയിൽ താങ്കൾ പങ്കെടുത്തതിന് പ്രത്യേക നന്ദി പറയുന്നു കേട്ടോ. ഷാക്കിർ, അത് കോറയിലെ ഏതോ മദ്രസ പ്രൊഡക്റ്റ് വെളുപ്പിച്ചതാണ്. അത് ഇവിടെ എടുക്കില്ല. നേരത്തെ ഇവിടെ ചർച്ചയിൽ പറഞ്ഞതുപോലെ മലപ്പുറത്തെ ഒരു ഉസ്താദിന്റെ മകളാണ് ഈയിടെ പൈലറ്റായത്. തലമുറകൾ പരിശോധിച്ചാൽ മുസ്ലിം സ്ത്രീകൾ ഉന്നത വിദ്യാഭ്യാസം നേടി
വീടിന് പുറത്തേക്ക് പറന്നു പോയിട്ടുണ്ട്. ഈ കമ്മ്യൂണിറ്റി അസംഖ്യം വനിതാ പ്രൊഫഷണലുകളെ സൃഷ്ടിച്ചിട്ടുണ്ട്. പുരോഗമനത്തിൻ്റെ പാതയിലൂടെ ഇവരെല്ലാം ബഹുദൂരം മുന്നോട്ട് പോകുമ്പോൾ ഇവരെ പിന്നോട്ട് പിടിച്ചു വലിക്കാനേ കാന്തപുരത്തെ പോലുള്ളവരുടെ പ്രസ്താവനകൾ ഉപകരിക്കൂ. മുസ്ലിം സ്ത്രീകൾ തന്നെ ഇതിനെതിരെ രംഗത്ത് വന്ന് പ്രതികരിക്കും എന്നാണ് കരുതുന്നത്. ജനറൽ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദിയൊപ്പം പ്രേക്ഷകർക്കും.